ഷലോം. ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. സഹോദരങ്ങളെ, ഒത്തിരി ലേറ്റായിട്ടാണ് ലൈവ് വന്നത് തന്നെ. ഇന്ത്യൻ സമയം 10, 11, 12:30 ആയി. പിന്നെ എന്താ പറയുന്ന, നമ്മുടെ ആൾക്കാരല്ലേ ഈ 12:30 ആയാലും ഉറങ്ങാത്ത ആളുകളാണ് പൊതുവെ എല്ലാവരും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം മറിഞ്ഞത് കൊണ്ട് തന്നെ രാത്രിയിലത്തെ ഉറക്കമൊക്കെ എല്ലാവരും ലേറ്റായിട്ടായിരിക്കുമെന്ന് എനിക്ക് എല്ലാ വൃത്തിയാണ് അറിയാം. ഓക്കെ, എന്തായാലും എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇസ്രായേലില് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഉറങ്ങാതെ ലിജോ ജോർജ് ഹായ്. ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് നന്ദി, ഉറങ്ങുന്നവരെ ഓർത്തും ദൈവത്തിന് നന്ദി. കാരണം ഉറക്കം മനുഷ്യന് അത്യാവശ്യമാണല്ലോ. ഉറക്കം ജീവിതത്തിലുള്ളത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇസ്രായേലിൽ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെയും വെളുപ്പിനെ ഹൂത്തികളുടെ ഇടയിൽ നിന്നും ഒരു ബാലസ്റ്റിക് മിസൈല് ഇസ്രായേലിലോട്ട് പുറപ്പെട്ടു വന്നായിരുന്നു. പക്ഷെ അത് ബോർഡർ കടക്കുന്നതിന് മുമ്പേ തന്നെ ഇസ്രായേല് ഒരു മിനിറ്റ്. ജെബിൻ മാത്യു സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് കമൻ്റൊക്കെ ചെയ്യട്ടോ. ജഗതിയുടെ പ്രൊഫൈലൊക്കെ തന്ത് ജഗതിയാണെന്നുള്ളത് ജെബിൻ മാത്യു എന്ന് പേരിട്ട് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലല്ലോ. ജെബിൻ മാത്യുവേ കമൻ്റ് ഇട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ജെബിൻ മാത്യുവോ കുബിൻ മാത്യുവോ എന്തവനാണെങ്കിലും കമൻ്റ് ഇട്ടോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ തന്ത് ഒറിജിനലാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടായിട്ട് വേണം കമൻ്റ് ഇട്ട് വയ്ക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്ത് കമൻ്റ് ഇട്ടാലും ഞാൻ തോട്ടിൽ വലിച്ചെറിയും. പിന്നെ വല്ല സെപ്റ്റിക് ടാങ്കിലും ഒക്കെ നിൻ്റെയൊക്കെ കമൻറ്റ് പറക്കി എടുക്കേണ്ടി വരും. മനസ്സിലായോ? അതിനർത്ഥമെന്ന് കഴിഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടിൽ വന്നാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയുമെന്ന്. പിടികിട്ടിയോ ജെബിൻ മാത്യു? അപ്പോൾ ചെല്ലു മോന്, നമുക്ക് മാൻഡ്രേക്കിൻ്റെ തലയും ജഗതിയുടെ ഫോട്ടോയൊക്കെ മാറ്റിയിട്ട് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് കമൻ്റ് ഇട്ട് തള്ളി മറിച്ച ഒരു കുഴപ്പമില്ല കേട്ടോ. ചേച്ചി ഇവിടെ തന്നെയുണ്ട്, ഒരിടത്തും ചേച്ചി പോയിട്ടില്ല. ഞാൻ ലൈവല്ലേ വരുന്നത് നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ലൈവിൽ ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തൻ്റെ ഉള്ളവരൊക്കെ കമൻറ്റുകളൊക്കെ ഇട്ടാൽ മതി. അല്ലാത്തവരൊന്നും ഇടണ്ട, ഒളിച്ചും പാത്തുമൊക്കെ മാറിയിരുന്നും കേട്ടാൽ മതി. അപ്പുറത്തെ മൂലയ്ക്കകത്ത് പോയി കുത്തിയിരുന്ന് കേട്ടോ. ജെബിനെ ചെല്ലു മോനെ. ഓക്കെ, ഇപ്പോൾ ഇസ്രായേൽ സമയം എന്താ? ഇപ്പോൾ ഇസ്രായേൽ സമയം 9:03 രാത്രിയിൽ 3.5 മണിക്കൂർ വ്യത്യാസമാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ. അപ്പോൾ എന്തായാലും സഹോദരങ്ങൾ, ഇന്ന് വെളുപ്പിന് ഒരു ബാലിസ്റ്റിക് മിസൈല് ഹൂത്തികളുടെ ഇടയിൽ നിന്നും ഇസ്രായേലിലോട്ട് പുറപ്പെട്ടു വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേല് ഹൂത്തികളെ തിരിച്ചടിക്കാൻ തയ്യാറെടുപ്പോടുകൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഗോലാൻ കുന്നുകളെല്ലാം ഇസ്രായേൽ പിടിച്ചടക്കി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത് ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോലാൻ കുന്നുകളെല്ലാം പിടിച്ചടക്കപ്പെടും എന്ന് തന്നെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദമാസ്കസ് ഇപ്പം അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഞാൻ ദൈവവചനത്തിൽ ഒരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ ദമ്മേശക്കിന്റെ ഓടാമ്പൽ തകർത്തു, അവയും താഴ്വരയിൽ നിവാസികളെയും ഏതൻ ഗൃഹത്തിൽ നിന്നും ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അരാമിയർ ബദ്ധരായി കീറിലേക്ക് പോകേണ്ടി വരും എന്ന് അദോനായുടെ അരുളപ്പാട്. ആമോസ് 1:5. ഞാനൊന്ന് വായിച്ചു കേൾക്കാമേ. ആമോസ് 1:6. ആമോസ് 1:6 പറയുന്നത്, അദോനായി ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗസ്സയുടെ 3-4 അതിക്രമം നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിനും ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കിയാൽ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല.
അതായത് ഗാസയെ ദൈവം മുടിച്ചു കളയുമെന്ന്. എന്നിട്ട് കർത്താവ് പറയുന്നത്, ഞാൻ ഗാസയുടെ മതിലിനകത്തൊരു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ഈ ഗാസയോട് ഇസ്രായേലിന് ഇത്രത്തോളം പക വീട്ടേണ്ടി വന്നത് തന്നെ. പക്ഷെ ഇതൊക്കെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ നിങ്ങളോട്. അപ്പോൾ ഗാസ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ആ പട്ടണം ആര് നശിപ്പിക്കേണ്ടി വന്നത്? ഇസ്രായേൽ നശിപ്പിക്കേണ്ടി വന്നതും. ഇന്ന് ഇത്രയും വിഷയങ്ങൾ ചുറ്റും നടന്ന് ഇസ്രായേലിനെ നോണ്ടിക്കൊണ്ട് ഹമാസ് തീവ്രവാദികൾ പോയപ്പോൾ ഇസ്രായേലിനെ നോണ്ടുമ്പോഴെല്ലാം സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. ആരൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. പക്ഷെ നിങ്ങൾക്ക് മതപരമായിട്ടും നിങ്ങൾ മനുഷ്യത്വപരമായിട്ടും മനുഷ്യർ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, ഇത് സന്തോഷിക്കുന്നതും ഇസ്രായേലിനോട് വൈരാഗ്യമുള്ളവരോ ഇസ്രായേലിനോട് വെറുപ്പുള്ളവരോ ഒക്കെ ആയിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനൊരു ചെറിയൊരു വീഴ്ച ഉണ്ടായാലോ, അല്ലെങ്കിൽ ഇസ്രായേലിനൊരു ചെറിയ പോറലുണ്ടായാലോ, ആ ഒരു ചെറിയ പോറലിനെ പോലും അത് ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ ഏറ്റവും ശതമായി കണ്ട് ആനന്ദിക്കുന്ന കൂട്ടരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാത്താനിക സന്തതികളെ അത് ചെയ്യത്തുള്ളൂ. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആത്മീകപരമായിട്ട് അത് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആത്മീകപരമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന രാജ്യമാണ്. ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ അദോനായി നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും സൈന്യങ്ങളുടെ ദൈവമായ അദോനായി നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അവരുടെ ദൈവമാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ ഒരിക്കലും സ്വന്തം ഇഷ്ടത്താലോ സ്വന്തം രീതിക്കോ ഇന്നുവരെയും ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടില്ല. അങ്ങനെ ഇസ്രായേൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇസ്രായേലിന് തിരിച്ചടിയായിട്ടേ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ. പക്ഷെ എന്നാണോ ഇസ്രായേൽ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവം ഇസ്രായേലിനെ അയച്ചുകൊണ്ട് ചെയ്യിപ്പിച്ച സകല യുദ്ധങ്ങളിലും ഇസ്രായേൽ അന്നും ഇന്നും ജയം കണ്ടെത്തിയിട്ടേ ഉണ്ട്. ചില സമയങ്ങളിൽ ദൈവം ശത്രുക്കളെ ഇസ്രായേലിന്റെ നേരെ പറഞ്ഞു വിടും യുദ്ധത്തിന് വേണ്ടിയിട്ട്. അത് ദൈവം തന്നെ ചെയ്യിക്കുന്ന എന്തെന്നറിയാമോ? ഇസ്രായേൽ ചുമ്മാതിരിക്കും. കാരണം ഇസ്രായേൽ ആരുടെത്തും പോയി ചൊറിയാൻ പോകത്തില്ല, ഇസ്രായേൽ ആരെയും മാന്താൻ പോകത്തില്ല. അവരവരുടെ കാര്യം നോക്കി അവരുടെ രീതിക്ക് അവർ ജീവിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ് ഇസ്രായേലിന്റെ. അങ്ങോട്ട് കയറി ആരെയും ചൊറിയുകയോ തീവ്രവാദത്തിന്റെ പ്രവൃത്തികൾ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷേ സാത്താന് ഈ ലോകത്തെ നശിപ്പിക്കുമ്പോഴും സാത്താന് ഈ ലോകത്തിൽ നിന്നും സമാധാനം എടുത്തു കളയേണ്ടതിനും അവൻ എപ്പോഴും തീവ്രവാദികളെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത്. സമാധാനം എടുത്തു കളയുന്നവന്മാരെയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ലോകത്ത് ഇസ്ലാം മതം എവിടെയൊക്കെയോ ഉണ്ടോ അവിടെ ഒന്നും സമാധാനമില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. നിങ്ങളത് ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ നോക്കിയാൽ അറിയാം. വേലുനായ്ക്കർ വരുമ്പോ സ്വന്തം പ്രൊഫൈലിലൊക്കെ വരണ്ടേ? വേലുനായ്ക്കരെ എന്താ വേലുനായ്ക്കറുടെ ഇപ്പൊ കമന്റിന് വല്ല പ്രാധാന്യം ഉണ്ടോ? അതിപ്പോ ഞാൻ കൊണ്ടുപോയി സെപ്റ്റിക് ടാങ്കി കൊണ്ട് ഇട്ടില്ലേടാ വേലുനായ്ക്കറെ? അയ്യേ, കഷ്ടപ്പെട്ട് നീ കുത്തിയിരുന്ന് എഴുതിയതിന് വല്ല പ്രയോജനം ഉണ്ടായിരുന്നോ വേലുനായ്ക്കറെ? സ്വന്തം പ്രൊഫൈലല്ലാതെ നീ ഫേക്ക് പ്രൊഫൈലിൽ വന്നത് കൊണ്ടല്ലേ എനിക്ക് അത് കൊണ്ടുപോയി കക്കൂസി കൊണ്ട് ഫ്ലഷ് അടിക്കേണ്ടി വന്ന് ബ്ലോക്ക് ആക്കേണ്ടി വന്ന്? ഒരു സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് നീ കമന്റ് ഇട്ട് വെച്ചോ. ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും നിന്റെ കമന്റ് ഇവിടെ തന്നെ കിടക്കും, ഒരിടത്തും പോകത്തുമില്ല. ഞാൻ നിന്നോട് സംസാരിക്കാനും തയ്യാറാണ് വേലുനായ്ക്കർ, കേട്ടോ? അപ്പൊ വേലുനായ്ക്കർ ഒരു കാര്യം ചെയ്യും, അടുത്ത ലൈവ് എല്ലാം കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ID കൂടി ഉണ്ടാക്കിയിട്ട് ഓടി വരിക. ജോസഫ് മുക്കാല് വിളയിൽ, നമുക്ക് നിന്നെ മുക്കാലിൽ കെട്ടി അടിക്കാമല്ലോ ജോസഫേ. ഡോണ്ട് വെറി. ജോസഫ് മുക്കാല് വിളയ്ക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ട്, നമുക്കതങ്ങ് തീർത്തേക്കാവുന്നേ.
ജോസഫ് മുക്കാലുവിളയിൽ അവൻ്റെ അമ്മ മൈരേ ആണെന്ന്, ബോഡി മൈരേ എന്നാണ് അവൻ്റെ അമ്മയുടെ പേര്. ചേച്ചി, എൻ്റെ അമ്മയുടെ പേര് ബോഡി മൈരേ എന്നാ, എന്നെ ഒന്ന് ബോഡി മൈരേ അമ്മ എന്ന് പറഞ്ഞൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവോ, ഹായ് പറയുവോ എന്നാ ചോദിച്ചിരിക്കുന്നത് ജോസഫ് മുക്കാലുവിളയിൽ. ഓ, നിന്റെ അമ്മയ്ക്ക് ഞാൻ കായ് കൊടുത്തേക്കാടാ. ബോഡി മൈരേ ഹായ്. ഇടി ബോഡി മൈരേ, ജോസഫ് മുക്കാലുവിളയിലെ കാലിൽ കൂടി പ്രസവിച്ചിട്ട് മുക്കാലു വഴിക്ക് നീ പ്രസവിച്ചിട്ടതിന് ഒരു ഹായ് കേട്ടോ, നിനക്ക് നിന്റെ മോന്റെ വക കേട്ടോ. പറഞ്ഞിട്ടുണ്ട് മോനെ, മുക്കാലുവിളയിലെ നിന്റെ അമ്മയ്ക്കൊരു ഹായ് പറഞ്ഞിട്ടുണ്ട്. സമാധാനമായല്ലോ നിനക്ക്. ഇനി ഞാൻ നിന്റെ അമ്മയ്ക്ക് ഹായ് പറഞ്ഞില്ലെന്നുള്ളത് വേണ്ട. ഇതാ മുക്കാലുവിളയുടെ 2 മക്കളൊക്കെ ഇരിപ്പുണ്ട്. അത് എന്തുവാ കാലിനിടയിൽ കൂടി തൂറിയിട്ടതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. 2 ആയിരിക്കാനാ സാധ്യത മുക്കാലുവിളയിലെ. അതുകൊണ്ട് മുക്കാലുവിളയിലെ കാലിൽ കൂടി തൂറിയിട്ട മക്കൾക്കും ഹായ് പറയണോ ഞാൻ? ഓ, പറഞ്ഞേക്കാം. ജോസഫ് മുക്കാലുവിളയുടെ കാലിൽ കൂടി തൂറിയിട്ട മക്കൾക്കും ഞാൻ ഹായ് പറയണമെന്ന്. നിങ്ങൾക്ക് ജോസഫ് മുക്കാലുവിളയിലൊന്ന് കാണണ്ടേ? കാണിച്ചു തരാം. അങ്ങനെ ഇരിക്കല്ലേ. പ്രൊഫൈലൊക്കെ ലോക്കാക്കിക്കൊണ്ട് ഓടുന്നവന്മാര്. ഇതാണ് ജോസഫ് മുക്കാലുവിളയിൽ. നമ്മുടെ മുക്കാലുവിളയിലും കാലുവിളയിലും ഒക്കെ ആയിട്ട്. അപ്പൊ ശരി മുക്കാലുവിളയിലെ. ഹായ് കൊടുത്തു കഴിഞ്ഞു ഞാൻ. അവന് എൻ്റെ അമ്മയ്ക്കൊരു ഹായ് പറയുമോ എന്നാണ് ചോദിച്ചത് ജോസഫ് മുക്കാലുവിളയിൽ. എന്താണ് നിന്റെ അമ്മയ്ക്കൊക്കെ പോടി മൈരേ എന്നൊക്കെ എഴുതി പേര് കൊടുത്തിരിക്കുന്നത്? നാട്ടിൽ നല്ല പേരൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അമ്മമാരെയൊക്കെ ബോഡി മൈരേ എന്നൊക്കെ വിളിക്കുന്നത്? അമ്മയ്ക്കാണോ ബോഡി മൈരേ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കാണോ? ഇനി മുക്കാലുവിളയിൽ വിളയില്ല നീ മുക്കാലില്, മനസ്സിലായോ? മുക്കാലിലല്ല വിളയേണ്ടത് മോനെ. മുക്കാല മുക്കാപ്പുല്ല ലൈല, ഓ ലൈല കേട്ടോ. അപ്പൊ ചെല്ല് മുക്കാലുവിളയില്. ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചില് ക്രിസ്ത്യാനികൾക്കാ, കുറച്ച് ചൊറിച്ചില്ല. സുഡാപ്പികൾക്കൊക്കെ അറിയാം ഏറിലോട്ടൊക്കെ കയറും എന്നുള്ളത്. പക്ഷെ മുക്കാല് വിളയ്ക്കും കാൽ വിളയ്ക്കും ഒന്നും അറിയത്തില്ല. מי? לא, לא, הקשבי. יש לך זמן לעשות אחר כך? כן, כן, אחר כך. I did the suction. זה פתוח דנאי. മുക്കാല് വിളയും അരക്കാല് വിളയിലും איפה המוזיקה? לא. ഒരു മിനിറ്റ്. ഓക്കെ. നീറ്റ ബ്രൈറ്റ് അവൻ്റെയൊക്കെ നാട്ടുകാരൻ അയ്യോ എല്ലാം പ്രൊഫൈൽ മുക്കിക്കൊണ്ട് ഓടിയിരിക്കുവാണല്ലോ. പ്രൊഫൈൽ ലോക്ക്ഡ് ആണല്ലോ എല്ലാവൻ്റെയും. കുഴപ്പമില്ല, നമുക്ക് പ്രൊഫൈൽ ലോക്കാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പ്രൊഫൈൽ ലോക്കാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇവന്മാരെല്ലാം ഒന്ന് മുക്കാലിലും അരക്കാലിലും ഒക്കെ കെട്ടിയടിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. അപ്പം മക്കൾ മുക്കാലും അരക്കാലും ഒക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം വന്നിട്ട് കമന്റ് ഇട്ട് തള്ളി മറിക്കാൻ. കേട്ടോ കേട്ടോ മുക്കാലെ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പിന്നെ ലോകത്ത് എവിടെ നോക്കിയാലും ഈ ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിലെ യുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ എന്താ പറയുന്നത് ലോകത്ത് എന്നാ പറഞ്ഞ എല്ലാവരോടും യുദ്ധം ചെയ്യുന്നു. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് സത്യം പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് പോലും അസൂയാണ്. കുറെ കൊതംകൊടുപ്പുകാര് ക്രിസ്ത്യാനികളുണ്ട്. ഈ
പുരോഹിതന്മാരുടെയും പാസർമാരുടെയും മാത്രോപ്പൊല്യത്തെയും കൂത്രോപ്പോല്യത്തെയുടെയൊക്കെ മൂടുതാങ്ങികളെന്ന് പറയുന്ന കുറെ ക്രിസ്ത്യാനികളുണ്ട്. യഹൂദന്റെ ബൈബിള് കയ്യിൽ വേണം. യഹൂദന്റെ ക്രിസ്ത്യാനികൾക്ക് ആരാണ് നിങ്ങൾ യേശുക്രിസ്തു എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന കർത്താവിനെ തീരെഴുതി തന്നത്? ഇല്ല, ആരാണ് തീരെഴുതി തന്നത്? നാണമില്ലേ ക്രിസ്ത്യാനിയെ? നിനക്കൊക്കെ ആരാണ് അട്ടിപ്പേർ അവകാശം, കർത്താവിന്റെ അട്ടിപ്പാറ അവകാശം എടുത്തുകൊണ്ട് പോകാൻ നാണം കെട്ട നാറികളോട് ഞാൻ ചോദിക്കുന്ന ക്രിസ്ത്യാനിയോട്, നാണമുണ്ടോ നിനക്കൊക്കെ? എടാ, യഹൂദനായി ജനിച്ച്, യഹൂദനായി ജീവിച്ച്, യഹൂദനായി മരിച്ച്, ആ യഹൂദനായിരുന്നു കൊണ്ട് പറഞ്ഞതാണ് എന്റെ മക്കൾക്കാണ് എന്റെ അവകാശം. ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ്. ഞാൻ ജാതികളെ കർത്താവ് വിളിക്കുമ്പോൾ പോലും പറയുന്നത് എന്തുവാ? നായ്ക്കുട്ടികളെന്നാണ് വിളിക്കുന്നത്. മക്കളുടെ അപ്പം എടുത്ത് ഞാൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടും അട്ടിപ്പേർ അവകാശം കൊണ്ട് നടക്കുകയാ കുറെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന കുറെ വൃത്തികെട്ടവന്മാര്. എന്നാ നീ അട്ടിപ്പേർ അവകാശം കൊണ്ട് നടക്കുന്നുണ്ടോ? എന്നാ നീ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തെ തിരിച്ചറിയും. ആ ഇസ്രായേലിന്റെ മഹത്വമെങ്കിലും നീ തിരിച്ചറിയും. പക്ഷെ പലർക്കും ആ ഇസ്രായേലിന്റെ മഹത്വം വേണ്ട. ഇസ്രായേൽ എന്ന് പറഞ്ഞ ചോർച്ചല, ഇസ്രായേൽ എന്ന് പറഞ്ഞ അമ്മമാർക്ക് എന്തുവാ, എന്തോ കാലിന്റെ ഇടയിൽ കൂടി കയറി ഒലിക്കും. എന്തുവാ പറഞ്ഞേ? പ്രിയങ്ക ഗാന്ധി ഉണ്ട്, ഷൈൻ രാജ്. എന്തിന് പ്രിയങ്ക ഗാന്ധി ഉണ്ട്? ഷൈൻ രാജേ, എന്തുവാ പ്രിയങ്ക ഗാന്ധി ഉണ്ടെന്ന് പറഞ്ഞത്? കമന്റ് ഒക്കെ ഇടുമ്പോ തെളിച്ചൊക്കെ നിങ്ങൾ കമന്റ് ഇടുക, ഇല്ലെങ്കിൽ കമന്റിന്റെ വാക്കിന് അടികൊണ്ട് ചാകും. അതുകൊണ്ട് തെളിച്ചൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടല്ല, അതിന് ഞാൻ മറുപടി തരാം. അലി ഖാൻ, കൊതമ്മദ് ആരാണാവോ എന്ന് ചോദിച്ചാൽ കൊതമ്മദ്. മുഹമ്മദ് മമ്മദായി, മമ്മദ് ഇപ്പൊ കൊതമ്മദായി. കാരണം മുഹമ്മദിന്റെ പേര് കൊതം എന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് പുതിയ പേരും കിട്ടേക്കാം, കൊതമ്മദ്. അലി, ഒരു മിനിറ്റ്, അലി ഖാനെ നമുക്കൊന്ന്, അലി ഖാൻ, ALI എവിടാ? KHA. കുഞ്ഞുകുട്ടികളെ, അലിഖാന്റെ ആ പ്രൊഫൈൽ എനിക്കൊന്ന് ഷെയർ ആക്കൂ. അലിഖാനെ ഒന്ന് നമുക്ക് ഫേമസ് ആക്കി അങ്ങ് വിട്ടേക്കാം. അലിഖാനെ നമുക്കൊന്ന് ചേരാക്കാം. അലിഖാൻ ചോദിക്കുകയാണ് ആരാണാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് പറഞ്ഞേ അത് ആരാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അതാണ് കൊതമ്മദ്. മനസ്സിലായോ? ജാസ്മി മനാഫ്, മറ്റു മതങ്ങളെ അവഹേളിക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടും? ആണോ? മറ്റു മതങ്ങളെ അവഹേളിക്കുന്നു? ആരാണ്? ജാസ്മി മനാഫെ, തള്ളാഹുവിന്റെ പുസ്തകം വലിച്ചു കീറിയിട്ട് പറയടാ ഊള ഈ കമന്റൊക്കെ. തള്ളാഹുവിന്റെ പുസ്തകം വലിച്ചു കീറിയിട്ട് ജാസ്മി മനാഫെ നീ പറ, മറ്റു മതങ്ങളെ അവഹേളിക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞ്. തള്ളാഹുവിന്റെ ഓന തൂറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മുഴുവനും മറ്റു മതങ്ങളെ അവഹേളിച്ചില്ലടാ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങളാണോ പറഞ്ഞത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഇതൊക്കെ ഞങ്ങളാണോ പറഞ്ഞത്? എവിടെയാ ബൈബിളിനകത്ത് ക്രിസ്ത്യാനിയെ കുറിച്ചോ ഹിന്ദുവിനെ കുറിച്ചോ മുസ്ലിമിനെ കുറിച്ചോ എവിടെയാ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്? ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും യഹൂദന്മാരെ കുറിച്ചാണ്, അവരുടെ ആൾക്കാരെ കുറിച്ചാണ്, അവരെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്.
പക്ഷെ നിന്റെ തൂറാനെന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് മുഴുവനും മറ്റുള്ളവരെ അവഹേളിച്ചും മറ്റുള്ളവരെ അപമാനിച്ചും മറ്റു മതങ്ങളെ ക്രിസ്ത്യാനിയെ കണ്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊന്നുകളയണം, യഹൂദനെ കണ്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൊന്നുകളയണം. പിന്നെ പോരാത്തതിന് ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്ന ഹിന്ദുക്കളെയും മറ്റു മതങ്ങളിൽപ്പെട്ടവരെയെല്ലാം കണ്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെട്ടിക്കൊന്നുകളയണം. അവരോട് സ്നേഹത്തിൽ പെരുമാറരുത്. പിന്നെ പ്രത്യേകിച്ചും ക്രിസ്ത്യാനിയും യഹൂദന്മാരെയും ആത്മമിത്രങ്ങളാക്കി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് 100 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് എഴുതി തള്ളി മറിച്ച് വെച്ചിരിക്കുന്നില്ലേ? ഞാനാണോ എഴുതി വെച്ചിരിക്കുന്നത്? മറ്റു മതങ്ങളെ അവഹേളിക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടുമെന്ന് അത് പോയി ചോദിയിടാ. നിന്റെ കൊതം മതം എന്ന് പറയുന്ന ചെകുത്തവനോട് പോയി ചോദിയിരു, വൃത്തികെട്ടവനോട് പോയി ചോദിയിരു, ആ പന്നലിനോട്. നിന്റെ കൊതം മതം എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടല്ലോ, ഒരു ചേറ്റ, അവനൊരു മതം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മുഴുവനും തീവ്രവാദികളാക്കി ഞങ്ങളെയൊക്കെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നില്ലേ? അവനോട് പോയി ചോദ്യര് നിങ്ങൾ ഈ ചോദ്യം. നീ എനക്ക് എന്തിന്റെ സോക്കേടാടാ? നീ ഒരു മതം ഉണ്ടാക്കാൻ വന്നെങ്കിൽ ഒരു മതം ഉണ്ടാക്കിയിട്ടങ്ങ് പോയാ പോരെ? എന്തിനാ ഈ മറ്റുള്ള മതങ്ങളെയും മറ്റുള്ളവരെയും കൊന്നു തള്ളണമെന്നും അവരെ ജീവിക്കാൻ അനുവദിക്കരുതെന്നും അവർ ലോകം മുഴുവനും തള്ളാഹുവിന്റെ മതം മാത്രം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊക്കെ നീ എന്തിനാടാ കൊതം മതേ നീ ഇതൊക്കെ ചെയ്തു വെച്ചെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് നിങ്ങൾ. എന്നോട് അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ ഇതുപോലെ ഏറിക്കേറും. മനസ്സിലായോ? സിജോ കെ രാജൻ ഹായ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ക്രിസ്ത്യാനി ഞാൻ മറ്റു മതങ്ങളെ ഇതൊന്നും ഓപ്പൺ ആകുന്നില്ലല്ലോ പ്രൊഫൈല്. ഞാൻ ഇങ്ങനെ എടുത്തോളാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തോട് സ്നേഹവുമില്ല, ആ രാജ്യത്തോട് കൂറുമില്ല. പിന്നെയോ ഈ തുലുക്കന്മാരോടാ ഇത്ര കൂറ്. എന്തിനാണോന്ന് എനിക്കറിയത്തില്ല. ഈ കൊതം പ്രേമികളോടാണ് ഇത്രയും കൂറ് ഇവന്മാർക്ക്. നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഇവന്മാരുടെ മതത്തിന്റെ കൊതം നിങ്ങൾ അറിയണമെങ്കിൽ, ഗുണം അറിയണമെങ്കിൽ ഞാൻ ഇപ്പൊ കേൾപ്പിക്കാം ഈ വീഡിയോ. ആയിഷ ബീവിയുടെ ജോലിക്കാരി. ഇവന്മാരുടെ കൊതം മതത്തിന്റെ കഥ നിങ്ങൾ കേട്ടോ പ്രിയ സഹോദരങ്ങളെ? ഇവന്മാരുടെ കൊതം മതത്തിന്റെ കഥ നിങ്ങളൊന്ന് കേട്ടോ? ആയിഷ ബീബിക്ക് ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു, കത്താമ. അവൾക്ക് സുഖമില്ലാതെ വന്നപ്പോൾ എന്താ ഇവന്മാര് ചികിത്സിച്ച് കാർക്കിച്ച് തുപ്പണം ഈ പന്ന മതത്തെ, കാർക്കിച്ച് തുപ്പണം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഒരു ചോദ്യം, എന്താ മറ്റു മതങ്ങളെ അവഹേളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോന്നേന്ന്? ദേ ഇപ്പൊ നോക്കിക്കോ. അലി വസല്ലം അലവലാദിസല്ലം മുഹമ്മദിന് കൊതമ്മദിന് രാത്രിയിൽ മൂത്രം ഒഴിച്ച് വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ആ മൂത്രം ഒഴിച്ച് പാത്രത്തിനകത്തേ വെക്കത്തുള്ളൂ. കാരണം ആ മൂത്രം ഒഴിച്ച് വെക്കുന്ന പാത്രത്തിനകത്ത് മൂത്രം ഒഴിച്ച് വെക്കുന്ന ആ മൂത്രങ്ങളെയാണ് സഹാബിമാരെയും ഭാര്യമാരെയും അവൻ കുടിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ഞാനല്ല പറയുന്നത്, ഉസ്താദ് പറയുന്ന കഥയായത്. എനിക്കിത് പറയേണ്ട ആവശ്യവുമില്ല. ഇത് ഉസ്താദ് പറയുന്ന കഥയാ. രാത്രിയിൽ അവൻ മൂത്രം ഒഴിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന മൂത്രത്തെ മോന്തി കുടിക്കുന്ന നാണം കെട്ടവന്മാരെ, നീയൊക്കെ മറ്റുള്ള മതങ്ങളെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ട് നീയൊക്കെ സംഘികളെന്നും മറ്റേതെന്നും ഗോമൂത്രമെന്നും പശുവിന്റെ മൂത്രം കുടിക്കുന്നതിനകത്ത് ഒരു അർത്ഥം ഉണ്ടടാ. പശു വെറും പുല്ലാ തിന്നുന്നത്, ഒന്നുമില്ലേലും. ഈ വൃത്തി കെട്ടവന്റെ മൂത്രമല്ലേ ഇപ്പൊ മനുഷ്യര് കുടിക്കേണ്ടത്?
ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. പക്ഷെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. കുറച്ച് മൂത്രം വേണമായിരുന്നു. എന്തിനാ നിനക്കിപ്പോ മൂത്രം? കുടിക്കാനാ. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച് പാത്രമെടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ കുടിച്ചത്. പ്രവാചകന്റെ മൂത്രം കൂടി. വൃത്തികെട്ടവന്മാരെ, നിന്റെയൊക്കെ കൊതം മതത്തിന്റെ സോക്കേട് കണ്ടോ? ഇതൊക്കെയാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിലാണ് മാനവരിൽ മഹാനായ കൊതം മതിനെ നിങ്ങൾ വാഴ്ത്തിപ്പാടുന്നതും. ഇതിനെ ഒരു മതമെന്നും ഒരു പേര്. മൂത്ര ജിഹാദ്. ആയിഷാന്റെ ഖദീമാക്കി ആയിഷാനെ മൂത്രം കുടിപ്പിച്ച കഥ. ആയിഷയും ആ മൂത്രം കുടിച്ച വയറുവേദനയും മറ്റു വേദനയൊക്കെ പോകുന്നത് ആയിഷയ്ക്കും ആയിഷയുടെ കൂട്ടസഹാബികൾക്കെല്ലാം. നിങ്ങൾ അതുകൊണ്ടാണ് ഈ ഹലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാര് സോക്കേട് പിടിച്ചവന്മാര് മൂത്രം ഒഴിച്ച് ഭക്ഷണത്തിനകത്ത് വെക്കുന്നതും തുപ്പി വെക്കുന്നതൊക്കെ ഈ വൃത്തികെട്ട കൊതം മതത്തിനകത്തുള്ള പരിപാടികളാണ് ഇതൊക്കെ. മൂത്രം കുടിപ്പിക്കുന്നവന്മാര്, തീട്ടം തിരക്കി അലയുന്നവന്മാര്. മൂത്രം കുടിക്കുന്നു. പറ്റിയൊരു ചെറിയ പാത്രം വേണോ? ചെറിയ പാത്രം വലിയ പാത്രം ആയിക്കോട്ടെ. ചൂടാറാതെ കൊണ്ടുവരും. ആ പെണ്ണിനോട് റസൂലെന്ന് വിളിച്ചു പറഞ്ഞത് ചെറിയ ചൂടുണ്ട്, നല്ല ഒരു ബീറ് കുടിക്കുന്ന സുഖമാണ്. ആ പെണ്ണിനോട് റസൂലെന്ന് വിളിച്ചു പറഞ്ഞത് നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു. കണ്ടോ? റസൂലുള്ള അലവലാദി സല്ലം കൊതം അതിന്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ വയറുവേദന മാത്രം മാറത്തില്ല, പിന്നെയോ നരകത്തിൽ നിന്നും രക്ഷപ്പെടും. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന കൊതം മതത്തിനകത്ത് കയറിയിരുന്നിട്ട് ഈ കൊതം മതത്തിലുള്ളവരെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്? വിമർശിക്കുന്നവന്റെ കഴുത്തെടുക്കും. ഇതൊക്കെ വിമർശിക്കപ്പെടുമെന്നുള്ള പേടി കാരണമാണ് ഇവരെ പേടിപ്പിച്ചു വെച്ചിരുന്നത്. പുറം ലോകത്തോട് പറയരുത്, പുറം ലോകത്തോട് സംസാരിക്കരുത്, പുറം ലോകത്തോട് മുഹമ്മദിനെ കുറിച്ചോ നബിസല്ലാം കൊതമ്മദിനെ കുറിച്ചോ തള്ളാഹുവിനെ കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കയ്യും കാലും വെട്ടി കൊന്നേക്കണം എന്നൊക്കെ പറയാൻ കാരണം ഇതുപോലുള്ള വൃത്തികേടും തോന്നിയവാസവും അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നേ. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തിൽ നിന്ന് കാക്കപ്പെട്ടു. ഇത് പറയുമ്പോഴും ആമേൻ പറയുന്ന വൃത്തികെട്ടവന്മാരെ മദ്രസ പൊട്ടന്മാരെ അല്ലേ പറയേണ്ടത്? പ്രവാചകന്റെ മൂത്രം വയറ്റിനകത്തോട്ട് കടന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? പ്രവാചകന്റെ മൂത്രം വയറ്റിലോട്ട് പോയതോടുകൂടി എന്ത് പറഞ്ഞു? നരകത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു. ഹൂറിയായി ഇനി സ്വർഗത്തിലേക്കൊക്കെ പോകാനുള്ള പ്രവേശനമായി. എന്തായാലും പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തിൽ നിന്ന് കാക്കപ്പെട്ടു. കണ്ടോ? റസൂലുള്ളാന്റെ മൂത്രം ഒന്ന് കാണണമെന്ന് ആഗ്രഹം. നീ ഒരു കാര്യം ചെയ്യടാ ഗുണ്ടം ഉസ്താദെ, റസൂലുള്ളാടെ വായുടെ താഴെ മുറിയന്റെ താഴെ പോയി ഇരുന്ന് ഒഴി കൊടുക്ക്. അവൻ നിനക്ക് ഒഴിച്ച് വായിലോട്ട് ഒഴിച്ചു തരും അവന്റെ മൂത്രം നിനക്ക്. ചേറ്റകള്. റസൂലുള്ളാഹിയുടെ മൂത്രം കാണാൻ അവനൊരു ആഗ്രഹം പോലെ. ആഗ്രഹം കൊള്ളാം. അനുസൃതങ്ങൾ പറയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം, മക്കയിൽ നിന്നും മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം അള്ളാഹു റസൂലുള്ളാഹിയുടെ തീട്ടം കാണാൻ വേണ്ടിയിട്ട് സഹായിമാർ അത് തീട്ടം പറക്കെടുത്ത് വെച്ചിട്ട് ആഹാരം പോലെ വിഴുങ്ങാമെന്ന് പറഞ്ഞ് കാത്തിരുന്നതാ. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ? ഭൂമി വിഴുങ്ങിക്കൊണ്ട് പോയെന്നാ പറയുന്നത്. കാരണം ഭൂമിക്ക് ആർത്തി മൂത്ത് കിടക്കുക. റസൂലുള്ളാഹിന്റെ തീട്ടം കിട്ടിയിട്ട് വേണം നരകത്തിനൊരു മോചനം കിട്ടാനായിട്ട്. കാരണം മൂത്രം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നരകത്തിൽ പോകേണ്ടവൾക്ക് മോചനം കിട്ടി. പിന്നെ ഈ നരകം മൊത്തത്തിലൊന്ന് മോചനം പ്രാപിക്കുമല്ലോ. റസൂലുള്ളാഹിന്റെ തീട്ടം അങ്ങ് വിഴുങ്ങി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നരകത്തിനൊരു മോചനമായി. ദേ പിടിച്ചോ. ഈന്തപ്പനയുടെ മറവിൽ വിധങ്ങൾ വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന്. ഈന്തപ്പനയുടെ മറയിൽ പോയിരുന്നു. ഒരു മൂട്ടിനകത്തോട്ട് പോയിട്ട് ഈന്തപ്പനയ്ക്ക് വളം കൊടുക്കുന്നത് നബിയുള്ള തങ്ങളുടെ മൂത്രവും തീട്ടവും കൂടി ചേർത്തിട്ടാ പോയിരിക്കുവാ ഒരു സൈഡിൽ ചരിഞ്ഞ്. വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂലുള്ള അനസിനെ വിളിച്ചു. അനസേ,
തോൽപാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ട്, കുറച്ചു വെള്ളം കൊണ്ടുവാ എനിക്ക് മനഘോരത്തിന് വേണ്ടി. ഓ ദൂരെ വഴിയല്ല. അല്ല, തൂറി മെഴുകിയാണല്ലോ. You know what happened, Babokar? Hayom Babokar? Kuti. He sent the missile po. Babokar Shalosh bar ara Khezi. Ballistic missile. Kuti. Small. Lo Hayom Babokar. Adeyo? Ah, lo, tumor Babokar. മനഘോരം കഴിഞ്ഞ് നബിതങ്ങൾ അങ്ങ് എഴുന്നേറ്റ് പോയപ്പോ വെള്ളമൊക്കെ മരുഭൂമിയിലുണ്ടോ എനിക്കറിയത്തില്ല. സാറിന് കല്ല് വെച്ചാണല്ലോ മരുന്ന് കൊണ്ടുവന്നത്. എന്തിനാ ഇവർക്ക് ഇത് പറയുമ്പോഴും കുറച്ച് എന്തോ ഡെക്കറേഷനൊക്കെ ഇട്ട് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 3 കല്ലെടുത്ത് വെച്ചില്ലേ ചൊറിയാൻ പറഞ്ഞത്. നിബിധങ്ങൾക്ക് എപ്പോഴാണ് വെള്ളം കിട്ടിയത് മരുഭൂമിയില്ല. ഈന്തപ്പനയുടെ ചൂട്ടിൽ പോയിരിക്കുമ്പം ഒന്നുകൂടി എന്തോ പന്തികേട് തോന്നുന്നില്ലേ? തൂറി വാരിയിരിക്കും. വെള്ളപ്പള്ളി നടേശന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും തൂറി മെഴുകുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട്. അനുസൃതങ്ങൾ പറയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോവുക. അപ്പൊ മക്കയിൽ നിന്നും മദീനയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ പോയൊരു ഈന്തപ്പനയുടെ ചൂട്ടിൽ പോയിരുന്ന് തൂറാൻ പോയപ്പോഴത്തേക്ക് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ വെള്ളം പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ വെള്ളം ചുമന്നുകൊണ്ടാണ് പോയത്. ഞാൻ അറിയാണ്ട് ചോദിക്കുക, കല്ലെടുത്ത് വെച്ചിട്ടാണല്ലോ ഇവന്മാര് തീട്ടം തുടച്ചുകൊണ്ടിരുന്നത്. 3 കല്ലെടുത്ത് വെച്ച് തീട്ടം തുടയ്ക്കണമെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നബിതങ്ങൾ അങ്ങയുടെ എന്തുവാ റസൂലല്ല അലവിലാദി സല്ലം കൊതമ്മതിന്റെ മനസ്സിലായോ? ചരിയയിൽ ഏറ്റവും വലിയൊരു സുന്നി ചരിയയാണ് ഈ 3 കല്ലെടുത്ത് വെച്ച് എന്തുവാ തീട്ടം തുടയ്ക്കുക എന്ന് പറയുന്നത്. പക്ഷെ വെള്ളം എടുത്തു വെച്ച് തുടച്ചു എന്ന് പറയുന്നത് ഡെക്കറേഷന് വേണ്ടി ഉസ്താദ് കൂട്ടിച്ചേർത്ത കഥയാണ് കേട്ടോ. വെള്ളമൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഉപയോഗിച്ച സാധനം 3 കല്ല് തന്നെയാണ്. പക്ഷെ അതല്ല വിഷയം. തീട്ടത്തിന് വേണ്ടി നടക്കുന്ന അടി നോക്കിക്കോ നിങ്ങൾ. ബാത്റൂം പോയില്ല. ഇത്തപ്പണയുടെ മറവിൽ നബിതങ്ങൾ വിശ്രമിക്കാനിരുന്നു. മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂലുള്ള അനസിനെ വിളിച്ചു, അനസേ തോൽപാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ട്, കുറച്ചു വെള്ളം കൊണ്ടുവാ എനിക്ക് മനഘോരത്തിന് വേണ്ടി. ദൂരെ വഴിയല്ലാണ്. മനഘോരം കഴിഞ്ഞ് നബിതങ്ങൾ അങ്ങ് എഴുന്നേറ്റ് പോയപ്പോ റസൂലുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ, റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ. നീ വണ്ടിയക്കട പോണെന്ന് റസൂലുള്ളാന്റെ മൂത്രത്തെ റസൂലുള്ള തൂറിയത് അത്യാഗ്രഹത്തോടെ നോക്കിയിരിക്കുന്ന സഹാബിമാര്. റസൂലുള്ള തൂറുന്നത് അത്യാഗ്രഹത്തോടെ. നിങ്ങളത് കേട്ടില്ലായിരുന്നോ? റസൂലുള്ള തൂറുന്നത് അത്യാഗ്രഹത്തോടെ നോക്കി നിൽക്കുന്ന സഹാബിമാര്. ചലച്ചിത്രങ്ങൾ പറയാണ്, ഭൂമി 2 കഷ്ടമായി പിളർന്നു. അവിടെ ഭയങ്കരം നബിതങ്ങളുടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി. തൂറിക്കൊണ്ടിരിക്കുമ്പേ കിഡ്നി ഫിഗറിട്ട് ചത്തൂല. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, நீ ஒன்னும் பணையண்டா. மாதிரி நேரத்துல வீரங்க எல்லாம் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? ஓடிக்கோ ஓடிக்கோ ஓடிக்கோடா தத்த ஓடிக்கோ ஓடிக்கோ பிரேம வழிய போடா. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. നബിതല്ല റസൂലല്ലാഹുവിന്റെ തീട്ടം അത്യാഗ്രഹത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക, കാംക്ഷിച്ച്.
എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്യാർത്തിയോടുകൂടി തീട്ടം നോക്കി നിൽക്കുന്നവന്മാർ, അവന്റെ തൂറ് വെച്ചിരിക്കുന്ന തീട്ടം പോലും അത്യാർത്തിയോടുകൂടി നോക്കി നിൽക്കുന്ന ഈ വൃത്തികെട്ടവന്മാർ എന്താ വിളിക്കേണ്ടത് സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. തീട്ടത്തെ അത്യാർത്തിയോടെ നോക്കി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി കൊതമ്മദിന്റെ തീട്ടത്തെ ഭൂമി അങ്ങ് എടുത്തോണ്ട് പോയി, പിളർന്നെടുത്തോണ്ട് പോയി. എന്തിനാണെന്നറിയാമോ? മോക്ഷം കിട്ടാനായിട്ട്. നരകത്തിൽ പോകുന്നവർക്ക് മൂത്രം കുടിച്ചാൽ മോക്ഷം കിട്ടുമെങ്കിൽ ഇവന് തീട്ടം നിന്നാൽ നരകത്തിന് മൊത്തത്തിൽ മോക്ഷം കിട്ടുമെന്നായിരിക്കും. ജിജിമോൾ ജോഷി, ഒരു മിനിറ്റ്. ജിജിമോൾ ജോഷിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വേണമെന്ന്. ജിജിമോൾ ജോഷി, ഞാനിപ്പോ ഒരു മിനിറ്റ്. toda. സോറി സഹോദരൻ, ഇപ്പം വന്നു. അയ്യോ, തല തിരിഞ്ഞാണ് ഇരിക്കുന്നത് എന്റെ ക്യാമറ. ഓക്കെ, ഈ കൊതമ്മദ് ജിജിമോൾ ജോഷി സഹോദരിക്ക് ഭയങ്കര, എൻ്റെ പൊന്നു റീന, യു ആർ എ ക്രിസ്ത്യൻ, കീപ് യുവർ സ്റ്റാൻഡേർഡ്. അയ്യോ, ഇതാണോ സ്റ്റാൻഡേർഡ്? നമ്മുടെ ജിജിമോൾ ജോഷി ഭയങ്കര സ്റ്റാൻഡേർഡാണ് സഹോദരി, കണ്ടോ? ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ളവരാ, ഫാമിലിയാണ് ഇവര്. മൈ ചാനൽ നെയിം ഈസ് ജെറുസലേം. അതുകൊണ്ട് തീട്ടം വാരി വല്ലവനൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ആ തീട്ടത്തിൽ കുളിച്ച് നിൽക്കുവോ ജിജിമോളെ? ജിജിമോൾ ജോഷി സ്റ്റാൻഡേർഡ് കൂടുതലായതുകൊണ്ട്, ജോഷിയുടെ സ്റ്റാൻഡേർഡ് കൂടുതലായതുകൊണ്ട് ജിജിമോൾ ജോഷിയോട് ആരെങ്കിലും ഒക്കെ വന്നിട്ട് നിന്റെ പൂറ് തരുമോ, നിന്റെ കൊതം തരുമോ, നിന്റെ പൂർണ്ണ റേറ്റ് എത്രയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുറന്നു കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ജിജിമോൾ ജോഷി?
ഇനി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ടും തുറന്നു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെപ്പോലുള്ള കുറെ കൂതറകളാണ് ഈ സമൂഹത്തിന് അപമാനം. നിങ്ങളുടെ സ്റ്റാൻഡേർഡും നിങ്ങളുടെ നിലവാരവും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ക്രിസ്ത്യാനിയായതുകൊണ്ട് അങ്ങ് സ്റ്റാൻഡേർഡ് മൂത്ത് നിലവാരം മൂത്ത് നിങ്ങൾ ലോകത്ത് നടക്കുന്ന അനീതിയും അക്രമത്തിനും വരെ നിങ്ങളൊക്കെ കുഴലൂതി കൊടുക്കുന്ന കുറെ കൂതറകളുണ്ട്. ഇതുപോലത്തെ മനസ്സിലാകുന്നുണ്ടോ? ആ കൂതറ സ്വഭാവം ഇവിടെ കാണിക്കരുത് എൻ്റെ ചാനലിൽ വന്നിട്ട്. ഞാൻ അതും കൂടി പറഞ്ഞേക്കുക. വൃത്തികേടും തെഡിത്തരവും ആഭാസത്തരവും പറഞ്ഞ് ഈ ലോകം നശിച്ച് നാറണ കല്ലെടുത്ത് പോയാൽ നിന്നെപ്പോഴുള്ള കുറെ കൂതറകളുണ്ടല്ലോ. ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഭയങ്കര ഭക്തന്മാരെന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറെ സാധനങ്ങള്, ഈ അലവലാതി സാധനങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തീർന്നാലേ സമാധാനമാകും, ഈ നാട് നന്നാകും. ഇതേതാ സുവിശേഷമെന്നോ? ഇതേതാ സുവിശേഷം എന്നാണോ ചോദിച്ചത്? സുവിശേഷം പറയുന്നവരുടെ പൂർവ്വം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണമെന്ന് നിർബന്ധം വല്ല ഉണ്ടോടി ജിജിമോൾ ജോഷിയെ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. സുവിശേഷം പറയുന്നവരുടെ പൂർവ്വമോ സുവിശേഷം പറയുന്നവരുടെ കൊതമോ ഒക്കെ ഓരോരുത്തന്മാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കണമെന്ന് വരെ നിർബന്ധമുണ്ടോ? നിന്റെ മക്കളുടെ കൊതമും പൂർവ്വം ഒക്കെ ആയിരിക്കും ഒരുത്തൻ ചോദിക്കുന്നത്. അപ്പൊ നീ എന്നാ പറയും? നിന്റെ സുവിശേഷമാണ് വലുത്, അല്ലെങ്കിൽ നീ ഭയങ്കര ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ ഈ 2 കുഞ്ഞുങ്ങളെയും ഞാൻ രഹസ്യത്തിൽ എൻ്റെ മുറിയിലോട്ട് തരാം, വന്ന് ഭോഗിച്ചിട്ട് പോയിക്കോ, അവരുടെ പൂർവ്വോ അവരുടെ കൊതമോ റേറ്റ് എടുത്തിട്ട് പോയിക്കോ നിങ്ങൾ എന്ന് പറയുമോ ജിജിമോളെ? നീ ഞാൻ അറിയാണ്ട് ചോദിക്കുവാ നിന്നോടൊക്കെ. ലിൻഡോ മാത്യു, കുട്ടികളെ കാണിക്കല്ലേ? കുട്ടികളെ തന്നെ കാണിക്കണം. എന്തേ കുട്ടികളെ കാണിച്ച വല്ല കുഴപ്പമുണ്ടോ? പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ നാണക്കേടും മാനക്കേടും വൃത്തികേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുന്നല്ലേ? ആരോടും എനിക്ക് വലിയ കടപ്പാടൊന്നും എനിക്കില്ല, എനിക്ക് ആരോടും കടപ്പാടില്ല. നിങ്ങളെപ്പോലുള്ള കുറെ വർഗ്ഗങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് കടപ്പാടൊന്നും പറയാനില്ല. നിങ്ങളെ ഒന്ന് സംരക്ഷിക്കണമെന്ന് എന്റെ തിയറിയിലൊന്നും എഴുതിയും വെച്ചിട്ടില്ല. ഈ പെൺമക്കളോട് നിങ്ങൾ എന്തു പറഞ്ഞു വളർത്തുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ എന്താ ഈ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കും? ആഭാസന്മാരും വൃത്തികെട്ടവുമാരും ഈ കുഞ്ഞുങ്ങളെ വന്ന് ഭോഗിക്കാനോ ഈ കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ വിലക്ക് ചോദിക്കുകയോ ചെയ്താൽ ഈ സമൂഹത്തിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് മാതൃക പറഞ്ഞു കൊടുക്കും? പറ ജിജിമോൾ ജോഷി. ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് മാതൃകയാ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളോട് വന്ന് വൃത്തികേടും ആഭാസവും പറയുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തു മറുപടിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നിന്റെ മക്കളെ നിന്നോട് വന്ന് ഒരുത്തം മുറിയണ്ടി സാധനം പുറത്തെടുത്തിട്ടിട്ട് ആക്ഷൻ കാണിച്ചാൽ നിങ്ങൾ എന്തു പറയാനാ പറഞ്ഞു കൊടുക്കുന്നത്? അത് കണ്ടിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, നോക്കി വേണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഒരു മാറി പോയിട്ട് വലത് കരണത്തെടുക്കുന്നവന് അടിച്ചവന് ഇടത് കരണവും കൂടി കാണിക്കാൻ കർത്താവ് പറഞ്ഞല്ലോ, എന്നാൽ ഞാൻ അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കൈ പിടിച്ചു തരാമെന്ന് പറഞ്ഞു കൊടുക്കൂ. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നേ? എന്നോട് വന്നിട്ട് ഈ ഭക്തിയുടെ സുവിശേഷത്തിന്റെ വേഷം കെട്ടലൊന്നും ഇങ്ങോട്ട് എടുക്കരുത്. ഞാൻ അതും കൂടി പറഞ്ഞേക്കാം. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ പറയാമോ? സുവിശേഷം പറയുന്നവർക്ക് ഇങ്ങനെ പറയാമോ എന്നുള്ള ഈ പൊതു ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെയൊക്കെ കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായോ? അതൊക്കെ നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. നിങ്ങളെപ്പോലുള്ള കുറെ കൂതറകളും തള്ളന്മാരും തന്തമാരുമാണ് ഈ സമൂഹത്തെ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ ഇതുപോലെ ശിഖണ്ഡിയാക്കി വെച്ചിരിക്കുന്നത്. ആണും പെണ്ണും കെട്ടവരാക്കി നിങ്ങൾ മാറ്റിയത്. മനസ്സിലായോ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ വെള്ളവന്മാരും കൊതമും ചോദിച്ചു വന്നാലോ, വെള്ളവന്മാരെ അണ്ടി പൊക്കിക്കൊണ്ട് വന്നാലോ നല്ല ബൂട്ടിട്ട് കാലോട് ചവിട്ടാൻ പഠിപ്പിക്കണം. അങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കേണ്ടേ മക്കളെ. അല്ലാതെ സുവിശേഷമാവോളെ വലത് കണ്ണത്തടിക്കുന്നവന് ഇടത് കണ്ണം കൂടി കാണിച്ചു കൊടുക്കണം. ഒരുത്തൻ കൊതം കൈക്ക് പിടിച്ചു കൊണ്ടുവന്നാൽ നീ പോയിട്ട് അവന്റെ കൊതത്തെ അവന്റെ മുറിയണ്ടി കൈക്ക് പിടിച്ചുകൊണ്ട് ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ അവന് നിന്റെ കൈ പിടിച്ചു മുറിയണ്ടി കൂടി പിടിച്ചു കൊടു എന്നല്ല പഠിപ്പിക്കേണ്ടത് മക്കളെ. ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടിക്കൊണ്ട് ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടലിൽ നടക്കുന്ന കുറെ കൂതറകളും നട്ടലില്ലാത്തവും നാട്ടിലുണ്ട്. ആ നട്ടലില്ലാത്തവരും നാട്ടിലുള്ള കൂതറകളും എന്റെ പേജിനകത്ത് വരരുത്. ഞാൻ അതും കൂടി പറഞ്ഞേക്കുക. എന്റെ പേജിനൊരു പ്രത്യേകതയുണ്ട്. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ആരാണെങ്കിലും തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പഠിക്കണം. ഒരുത്തം വന്ന് നമ്മളോടൊരു വാക്ക് ചോദിക്കുമ്പോൾ അവൻ പേടിക്കണം. ലിൻഡോ മാറ്റി, ചേച്ചി അവരെന്തെങ്കിലും പറഞ്ഞോ ചേച്ചി? ലിൻഡോ മാറ്റി, അയ്യേ എന്തുവാടാ അയ്യേ എന്ന് പറഞ്ഞേ? അല്ല എന്തോ നീ അയ്യേന്ന് പറഞ്ഞ എന്തുവാ? എന്താ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായ? എന്താ ഈ അയ്യേന്നൊക്കെ പറഞ്ഞ ലിൻഡോ മാത്യു നീ എഴുതിയിട്ടത്?
നിങ്ങൾ ഈ ശരിപക്ഷം പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കുവാ. നിനക്ക് വലിയ പ്രശ്നവും വല്ല കുഴപ്പമുണ്ടെങ്കിൽ നീ അങ്ങ് ഇറങ്ങിപ്പോയിക്കോ. നിന്നോട് ആരെ ക്ഷണിക്കത്ത് വെച്ച് അവന്റെ പേരിനകത്തോട്ട് ഞാൻ വിളിച്ചു വരുത്തിയോ? ചേച്ചി അവരും എല്ലാം പറഞ്ഞോന്നോ? അവരെന്ത് പറഞ്ഞോന്നാ? അവരുടെ ഡയലോഗ് ഉണ്ട്, ഭയങ്കര ഭക്തവത്സലയുടെ ഡയലോഗ് കേട്ടില്ല. എനിക്കറിയത്തില്ല എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. എടാ പേജ്, ഇത്രയും വർഷമായിട്ട് ഞാൻ സുവിശേഷം കയ്യിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന എനിക്കറിയത്തില്ല എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം. സുവിശേഷം മനസ്സിലായോ? എന്ത് സംസാരിക്കണമെന്നും എന്ത് പറയണമെന്നും ഞാൻ വർഷങ്ങളായിട്ട് ഈ പേജിലാണ്. ഞാൻ വർഷങ്ങളായിട്ട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നവളുമാണ്, വർഷങ്ങളായിട്ട് ഞാൻ ദൈവവചനം പഠിക്കുന്നവളുമാണ്, വർഷങ്ങളായിട്ട് ഞാൻ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നവളും വ്യക്തിയുമാണ്. എനിക്കറിയാം യെരുശലേം എന്നുള്ള പേരിട്ടിട്ട് എന്ത് സംസാരിക്കണം, യെരുശലേമിലിട്ട പേരിട്ട് എന്ത് സംസാരിക്കരുതെന്നുള്ള നല്ല വൃത്തിയാണെന്ന് എനിക്കറിയാം. തിരിച്ചു കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും നല്ല വൃത്തിയാണെന്ന് അറിയാം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് സാത്താനിക. ഞാൻ നേരത്തെ തുടങ്ങി വെച്ചത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ്, ഞാൻ സൗണ്ട് ഒന്ന് കുറച്ച് വയ്ക്കട്ടെ. ആരാണെങ്കിലും എനിക്ക് ആരോടും പ്രത്യേക മമതയൊന്നും എനിക്കില്ല പ്രിയ സഹോദരങ്ങളെ. ഞാൻ തെറ്റിനെ തെറ്റായിട്ട് കണ്ട് തന്നെ ഞാൻ അതിനോട് പ്രതികരിക്കും. പക്ഷെ ഈ ക്രിസ്ത്യാനികളുടെ വെർഷം കെട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ഞാൻ അതും കൂടി പറഞ്ഞേക്കുക. മനസ്സിലായോ? എന്നെ സഹായിക്കുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട. ഡയലോഗ് ഇടുന്ന കണ്ട് കഴിഞ്ഞാൽ പൊന്നു റീന, യു ആർ എ ക്രിസ്ത്യൻ, അതുകൊണ്ട് എന്താ ക്രിസ്ത്യനയ്ക്ക് എന്താ കുഴപ്പമുണ്ട്? വല്ലവനും ഒക്കെ വല്ല വൃത്തികേടുകളും ആഭാസവും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കണോ ക്രിസ്ത്യാനി? കീപ് യുവർ സ്റ്റാൻഡേർഡ്. അല്ല, എന്താ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്നാ എനിക്ക് മനസ്സിലാകാത്ത. എന്ത് സ്റ്റാൻഡേർഡാണ് ഞാൻ കീപ്പ് ചെയ്യണ്ടേ? നാണം കെട്ട സമൂഹം ഇങ്ങനത്തേക്ക് ഈ ഊളത്തരം മാറ്റിപ്പിടിക്കും നിങ്ങൾ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് എന്താണ്? കീപ്പ് യുവർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരുത്തം വന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് വൃത്തികേട് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ട് ഇങ്ങനെ വല്ല വിളിച്ചോണ്ട് നിൽക്കുന്ന ഒരു ശിഖണ്ഡിത്തരവോ? ഇതാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ക്രിസ്ത്യാനിയെ? ഈ ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡ് കണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികളൊന്നും നാട്ടിലില്ല. LGBTQ ഉള്ളൂ നിങ്ങളുടെയൊക്കെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വൃത്തികെട്ട സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ LGBTQ ഉള്ളത്. അതറിയാമോ നിങ്ങൾ? സ്റ്റാൻഡേർഡാ ക്രിസ്ത്യാനിയുടെ. ഉടുതുണിയില്ലാതെ ഡാൻസ് കളിക്കുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന കൂട്ടങ്ങളാണ് ഏറ്റവും കൂടുതലും. യൂറോപ്യൻ രാജ്യത്തിൽ ക്രിസ്ത്യാനിയല്ലേ, അവന്റെ സ്റ്റാൻഡേർഡ് എന്തോ ഉടുതുണിയില്ലാതിരിക്കുന്നതോ? നിങ്ങൾ എന്ത് സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഉദ്ദേശിക്കുന്നത്? ക്രിസ്ത്യാനി നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഷഡിയും പാടിയും ഇട്ട് നടക്കുന്നതാണോ ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡ്? യൂറോപ്പ് മുഴുവനും ക്രിസ്ത്യാനിയാണ്. എന്നിട്ട് എന്താ അവന്റെ സ്റ്റാൻഡേർഡ്? ന്യൂഡ് ബീച്ചിനകത്ത് പോയിട്ട് പബ്ലിക്കിൽ കിടന്ന് ബന്ധപ്പെടുന്നു. ആണിനോട് ഭോഗിക്കുന്നതും പെണ്ണിനോട് ഭോഗിക്കുന്നതും ക്രിസ്ത്യാനിയാ. എന്താ സ്റ്റാൻഡേർഡ്? LGBT കമ്മ്യൂണിറ്റിയിൽ മുഴുവനും പോയി വീണ് നടക്കുന്നത് ക്രിസ്ത്യാനിയാ. എന്താ സ്റ്റാൻഡേർഡ്?
കുഞ്ഞുങ്ങളെ പ്രസവിച്ച് എന്തുവാ കണ്ടവന്മാരുടെ കൂടെയൊക്കെ പോയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളെ വയറ്റിനകത്ത് വെച്ച് തന്നെ അബോർഷൻ ചെയ്ത് കളയുന്നത് മുഴുവനും ക്രിസ്ത്യാനിയാ. എന്താ ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡ്? ഞാൻ അറിയാണ്ട് ചോദിക്കുക, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് വരുന്നേ? ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ വെള്ളപൂശി ഇങ്ങോട്ട് വരരുത്. ക്രിസ്ത്യാനികൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് പോലെ. അഴിഞ്ഞാടി നടക്കുന്ന ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട പ്രിയ സഹോദരങ്ങളെ. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി കേട്ടോ. വാ തുറന്ന് മാത്രം ക്രിസ്ത്യാനിയെ എടുത്ത് ചൊറിയാൻ വരുന്നവനോട് ക്രിസ്ത്യാനി തിരിഞ്ഞു നിന്ന് കൊതം കൊടുക്കും. അതേ ഉള്ളൂ ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് എന്നെ അങ്ങ് ഉപദേശിച്ച് അങ്ങ് രക്ഷിക്കാമെന്ന് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതങ്ങ് കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. നിങ്ങളുടെ ഉപദേശത്തിനൊത്ത് റീന നിൽക്കത്തുമില്ല. റീനയ്ക്കറിയാം റീന എന്താ പറയുന്നതെന്നും റീന എന്താ സംസാരിക്കാൻ പോകുന്നതെന്നും ഒക്കെ റീനയ്ക്ക് നല്ല വൃത്തിയാണെന്ന് അറിയാം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനോട് കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ മുഴുവനും, ഇസ്രായേലിനെ വെറുക്കുന്നത് മുഴുവനും, ഈ കൊതമതത്തിനകത്ത് കൊതമതിൻ്റെ കൂടെയും നിന്നുകൊണ്ട് ഇസ്രായേലിനെ മുഴുവനും ചതിക്കുന്നതും എല്ലാം ആരാ? ക്രിസ്ത്യാനിയാ. സ്റ്റാൻഡേർഡുള്ള ക്രിസ്ത്യാനിയുടെ സൗഖ്യടാ ഇതൊക്കെ. ഇന്ന് ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊതുവെ മനുഷ്യർ വിചാരിക്കും അത് പലസ്തീനുമായിട്ടുള്ള യുദ്ധമല്ലേ, അല്ലെങ്കിൽ ഗാസയുമായിട്ടുള്ള യുദ്ധമല്ലേ, ലെബനോനുമായിട്ടുള്ള യുദ്ധമല്ലേ, കൂത്തികളുമായിട്ടുള്ള യുദ്ധമല്ലേ, ഇറാനുമായിട്ടുള്ള യുദ്ധമല്ലേ, ഹിസ്ബുള്ളയും ദമാസ്കസിലുള്ള സിറിയയിലുള്ള അസദുമായിട്ടുള്ള യുദ്ധമല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇത് കേവലം മനുഷ്യ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാ ചിന്തിക്കുന്നത്. ഇത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? സാത്താനിക ശക്തിയോടും സാത്താനിക സന്തതിയോടും നടത്തുന്ന യുദ്ധമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അമരൻ എന്ന് പറയുന്ന സിനിമ പറ്റുന്നവരെല്ലാം OTTയിൽ കയറിയില്ല ആ സിനിമയൊന്ന് കാണണം. ക്രിസ്ത്യാനിയെ, പൊട്ട ക്രിസ്ത്യാനിയെ നീയെങ്കിലും പോയി ഇനി ഒന്ന് കാണും. ഞാനങ്ങനെ സിനിമയൊന്നും കാണണമെന്ന് പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളുമല്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. പക്ഷെ പറ്റുന്നവരെല്ലാം അമരൻ എന്ന് പറയുന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്, കയറി ഒന്ന് കാണുക. ഒരു സോൾജിയർ എന്ന് പറയുന്ന മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന ഒരു സോൾജിയർ അവൻ്റെ ജീവൻ കൊടുത്ത് അവൻ്റെ രാജ്യത്തിന് വേണ്ടി മക്കളെയോ ഭാര്യയോ ഒന്നും ഓർക്കാതെ അവൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഭാര്യയും കുഞ്ഞിനെയും വരെ സ്വന്തം ജീവനെ കൊടുത്ത്, അവരെപ്പോലും ഓർക്കാതെ സ്വന്തം ജീവനെ കൊടുത്ത് തീവ്രവാദികളെ ധൈര്യത്തോട് മുഖാമുഖം നേരിട്ടത് ഒരു സോൾജിയറാണ് മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന സോൾജിയർ. മനസ്സിലായോ? മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന മുകുന്ദ് വരദരാജ് എന്ന് പറയുന്ന ആ ജയാനി സുരേഷ് ജയാനി, ഒരു മിനിറ്റ്. ഇവന്റെ ചൊറിച്ചിലിനും കടിക്കും നമുക്കൊരു മരുന്നങ്ങ് കൊടുത്തേക്കാം. ജയാനി സുരേഷ് ജയാനി, എന്താടാ ചൊറിച്ചല്? ഇവള് കൊതം കൊടുത്ത് ഈ മോനെ ഉണ്ടാക്കി വല്ല ഇട്ടിട്ടുണ്ടോ? അതിന്റെ ആ ചൊറിച്ചിലാണോ നിനക്ക്? ജയാനി സുരേഷേ, കൊതം കൊടുത്ത് കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടതിന്റെ ചൊറിച്ചാണ്. ഏതവന്റെ കൂടെയോ കൊണ്ടുപോയി ഇവളുമാര് കൊതം കൊടുത്ത് മക്കളെ ഉണ്ടാക്കിയിടുന്നതിന്റെ ചൊറിച്ചിലൊക്കെ എന്തിനാണ് എന്റെ പേജി വന്ന് കരയുന്നത് നീയൊക്കെ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. നീ കൊതം കൊടുത്തൊക്കെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിടുമ്പോൾ ജയനി സുരേഷേ, നീ കൊതം കൊടുത്ത് കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ടതിന് എന്റെ പേജിൽ വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എടി കഴിവേറി ചെറ്റേ,
നീയൊക്കെ കണ്ടവന്മാരുടെ കൂടെ പോയി കിടന്നുണ്ടാക്കി ഈ മക്കളെ ഉണ്ടാക്കി ഇട്ടിട്ട് അതിന്റെ കടി തീർക്കാൻ എന്റെ പേജിനകത്തോട്ട് കയറി വന്നാലുണ്ടല്ലോ നിന്റെയൊക്കെ കടിയെ ഞാൻ തീർത്തു വരും. പറഞ്ഞ മനസ്സിലായോ? ഗുണ്ടം ഭർത്താവ്. ഓ, പ്രൊഫഷണൽ മോഡിൽ ഈ പുതിയ സ്വർഗാത്മക യാത്ര ആരംഭിക്കുന്നതിന് ഞാൻ ആവേശത്തിലാണ്. എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്റെ പ്രൊഫൈൽ പരിശോധിക്കുക. ബന്ധം നിലനിർത്താൻ എന്നെ പിന്തുടരുക. അവളുടെ കൂടെ ബന്ധം നിലനിർത്താൻ അവളെ പിന്തുടരണം പോലെ. ഈ പ്രൊഫൈല് പരിശോധിച്ചിട്ട് വേണം ഈ ബന്ധം നിലനിർത്താൻ പിന്തുടരണമെന്ന്. ഏത് ബന്ധം നിലനിർത്താൻ എപ്പോഴും നിന്നത്? കൊതം കൊടുപ്പ് പരിപാടിയോ? അതിനാണോ ഈ പിന്തുടരേണ്ടത് ഈ പ്രൊഫൈലിന്? ഊളയ്ക്കുണ്ടായവളെ. എടി പൊടി 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 ഊളയ്ക്കുണ്ടായവളെ. വന്നിരുന്ന് കരയുന്ന കരച്ചിൽ നോക്ക്. നിനക്ക് അധിക നാളിൽ ദൈവം നിന്നോട് ചോദിക്കും. നീ കമന്റ് ഇട്ടപ്പോ ഓർക്കണ്ടായിരുന്നോ? ഓ, നിനക്ക് അപ്പ ചോദിക്കാൻ അറിയാം. നിന്നോട് ചോദിച്ചാൽ നീ കരച്ചിലങ്ങ് തുടങ്ങുവോ? എടി കൊതം കൊടുപ്പുകാരി. നിനക്ക് അധികം നാളിൽ ദൈവം നിന്നോട് ചോദിക്കുമെന്ന്. ചോദിക്കട്ടെ. മനസ്സിലായോ? എന്റെ പ്രൊഫൈൽ പേജിൽ കൊണ്ടുവന്ന് കമന്റ് ഇടുമ്പോൾ ഇതൊക്കെ ഓർക്കണമായിരുന്നു ഈ കൊതം കൊടുപ്പുകാരി. മനസ്സിലായോ? കണ്ടവന്മാരുടെ കൂടെ കിടന്ന് മക്കളെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നിട്ട് ഇന്ന് കരയരുത് എന്റെ പേജിനകത്ത് വന്നിരുന്നിട്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടതൊക്കെ വല്ലവന്റെയും കൂടെ ഉള്ളതാണ്. അതിന്റെ ചൊറിച്ചിലും കടിയും തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ടല്ല. നിനക്ക് അധികം നാളിൽ ദൈവം നിന്നോട് ചോദിക്കും. പിന്നെ നിന്റെ ഗുണ്ടാ കൊട്ടേഷൻ ഇട്ടെടുക്കാൻ ദൈവം അങ്ങ് മേളിലിരിക്കുമല്ലേ നീ പറഞ്ഞ ഉടനെ? കാരണം നീ ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന ഓമന പുത്രിയ. അത് കണ്ട ഉടനെ കർത്താവിന് അയ്യോ, ജയനി സുരേഷിനെ എന്തോ കർത്താവിന്റെ വലത് കൈക്കകത്ത് അവളെ തൂക്കിയാ വെച്ചോണ്ടിരിക്കുന്ന കർത്താവ്. അപ്പൊ ജയനി സുരേഷിന് കാണുന്നവരെയൊക്കെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാ പേജിലൊക്കെ വന്ന്. കൊതം മതക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ കൂടെ കൊതം കൊടുത്ത് ജീവിക്കുന്നവളായതുകൊണ്ട് കൊതം മതക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കരച്ചിൽ വരും. മനസ്സിലായോ? അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ഭയങ്കര ചൊറിച്ചിലാ. കൊതം മതക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വന്നിരുന്നങ്ങ് മോങ്ങുവാ വന്നിരുന്നിട്ട്. മനസ്സിലായോ? ഓട് കണ്ടം വഴിക്ക് പോയിരുന്ന് പ്രാർത്ഥിര്, കുത്തിയിരുന്ന് പ്രാർത്ഥിര്. ഇപ്പൊ നീ കമന്റിട്ട ഈ സമയം മതിയായിരുന്നു നീ പോയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായോ? നിന്നെപ്പോലെ കുത്തിയിരിക്കാനായിട്ട് ഈ കമന്റ് ബോക്സിനകത്ത് വന്നിരുന്നിട്ട് വലിയ വേലത്തരം കാണിച്ചുകൊണ്ട് വന്ന് കമന്റ് ഇട്ട് തള്ളിമറിക്കുമ്പോൾ അറിയണമായിരുന്നു തിരിച്ച് ഇതുപോലെ റീനയുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പൊ ഇരുന്ന് ഞാൻ മോങ്ങാനുള്ളവളാണല്ലോ. അപ്പൊ പിന്നെ ഇരുന്നിട്ട് ദൈവം നിന്നോട് ചോദിക്കൂടെ ആനയാടി പൂനയാടി. അതായത് ദൈവത്തോട് പോയി ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനിൽ കൊടുത്തോട്ടം എന്ന് പറഞ്ഞ പട്ടി പോകിയില്ലേ, അവൻ കരഞ്ഞിട്ടും ഒന്നും നടന്നില്ല. അവൻ പോയി 21 ദിവസം ഉപവസിക്കുക ചെയ്തത്. മനസ്സിലായോ? അനിൽ കോഴിത്തീട്ടം എന്ന് പറയുന്ന ആ പട്ടി പോകി, പട്ടീനെ പോയിച്ചോണ്ട് നടക്കുന്നവൻ. പിന്നെ കുറെ ബാച്ചർമാർ ഊളകളൊക്കെ ഉണ്ടല്ലോ. ഇവന്മാരെല്ലാം കൂട്ടക്കരച്ചിലൂടെ കരച്ചിലാ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങ് ഇറങ്ങിയിരിക്കുക. ദൈവം നിന്നോട് ചോദിക്കും പറയാനായിട്ട്. അതാ പറഞ്ഞത്. കണ്ടവ കാര്യം അറിയാതെ എന്ത് ചെയ്ത് കമന്റ് ബോക്സിനകത്ത് കയറി ചൊറിയരുത്. നിന്റെ കമന്റ് തുടക്കത്തിലേ ഞാൻ കണ്ട കമന്റാ. നീ വാ കൊണ്ട് യുദ്ധം ചെയ്യുന്നു. അതെ, ഞാൻ വായ കൊണ്ടാ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാ ഇവ നിനക്ക് കിട്ടിയത്. മനസ്സിലായോ? ഞാൻ വാ കൊണ്ടാ യുദ്ധം ചെയ്യുന്നത്. നീ കൊതം കൊടുത്ത് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വാ കൊടുത്താ യുദ്ധം ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഓട് ചെറ്റേ.
ദൈവം തീരുമാനിക്കുമെന്ന്. അതെ, ദൈവം തീരുമാനിച്ചതുകൊണ്ടാ നീ ഇന്ന് ഏറി കയറുന്നത്. ദൈവം തീരുമാനിക്കും. ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ് സുരേഷ് ജയനിയെ നീ ഇന്ന് ഏറിൽ കയറി ഇന്ന് പറക്കുന്നത്. ദൈവം തീരുമാനിച്ചതുകൊണ്ടാ. ഒരു റോക്കറ്റ് വിട്ടാൽ എങ്ങനെയുണ്ടെന്നറിയാമല്ലോ, ഓട്. മനസ്സിലായോ? ഏറി കയറിയത് എന്തുകൊണ്ടാ? ദൈവം വിചാരിച്ചത് കൊണ്ടാ. പിടി കിട്ടിയോ? അപ്പൊ ഇനി ഏറി കയറാൻ വേണ്ടി വരരുത്. അവനവന്റെ പാട് നോക്കി ജീവിയിലരുത് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലയോ ഞാൻ പറയുന്നത്? കേൾക്കാൻ വരണ്ട. എനിക്ക് അത്രയേ പറയാനുള്ളൂ. നിങ്ങൾ കേൾക്കാൻ വരണ്ട. പക്ഷെ ഏറി കയറി വെറുതെ അടി മേടിക്കരുത്. നിങ്ങൾ വെറുതെ ഏറി കയറി ഇങ്ങനെ അടി മേടിക്കരുത് ദയവ് ചെയ്ത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ചുമ്മാ വലിഞ്ഞു കയറി വന്നിട്ട് ഭയങ്കര എന്ത് വായ്ത്താളം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടങ്ങ് കമന്റ് ഇട്ട് മറച്ചു വെക്കും. ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡ് പറയാൻ നേരത്തെ ഒരുത്തി വന്നില്ലേ? ജയാനി അല്ല, ജയ ആണി. അതെ അതെ, അവൾക്ക് ആണി. ജിജിമോൾ ജോഷി, ഒരു കാലത്ത് ബ്ലസ്ഡ് ജെറുസലേം കാണാൻ നിന്റെ ലൈവ് കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു റീന. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എൻ്റെ ലൈവ് ഒരു കാലത്ത് ആഗ്രഹിച്ചിരുന്നു, ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളുടെ വായിൽ കൊണ്ടുപോയി കുത്തിത്തരാൻ പറ്റുമോ ജിജിമോൾ ജോഷി? കാലത്തിനനുസരിച്ച് കാലം മാറുമ്പോൾ മാറണം. കുഞ്ഞുങ്ങളുടെ ശരീരം വളരുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങളെ പെട്ടിടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കോണാൻ കെട്ടി കൊടുത്താൽ മതി. പ്രത്യേകിച്ചും പെൺകുട്ടിയാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു വയസ്സ് എന്താ പറഞ്ഞ പിന്നെ കുഞ്ഞിപ്രായത്തിൽ അതിന് ഷഡ്ഡി ഇട്ട് കൊടുക്കേണ്ടി വരും. അത് വളർന്ന് 1 വയസ്സാകുമ്പോഴത്തേക്കും 2 വയസ്സാകുമ്പോഴത്തേക്കും ബെന്നിലിട്ട് കൊടുക്കും, പെറ്റിക്കോട്ട് ഇട്ട് കൊടുക്കും. കാലത്തിനനുസരിച്ച് കൊച്ചു വളരുന്നതിനനുസരിച്ച് അതിന്റെ ശരീരഘടന മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ മാറ്റി മാറ്റി കൊണ്ടുവരും. എന്തുകൊണ്ടാ? അത് വളരുന്നു എന്നുള്ള ബോധവും അത് ഈ സാമൂഹിക പ്രതിബദ്ധതയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കൊണ്ടാണ്. പണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി തന്തമാരുടെ കയ്യിലും മാമന്റെ കയ്യിലും പിന്നെ അപ്പൂപ്പന്റെ കയ്യിലും ഒക്കെ കൊച്ചു പെൺപിള്ളേരെ കൊണ്ടുപോയി ധൈര്യമായിട്ട് ഉടുതുണി ഇല്ലെങ്കിൽ കൊണ്ടുപോയി കയ്യിൽ കൊണ്ട് കൊടുക്കാമായിരുന്നു. ഒരു 4 വയസ്സുള്ള വെച്ചാണെങ്കിൽ പോലും ഒരു ഷഡ്ഡി ഇട്ട് കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. ഇന്ന് അതുകണക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? സ്വന്തം സഹോദരൻ്റെ അടുത്ത് പോലും കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണോ ഇന്നത്തെ കാലഘട്ടം? അപ്പൊ എന്തുകൊണ്ടാ? കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ ഒരിക്കൽ നിങ്ങൾ ജെറുസലേം ലൈവ് കാണാൻ വേണ്ടി കൊതിച്ചപ്പോൾ അന്ന് ജെറുസലേം ലൈവ് എനിക്ക് കാണിച്ചു തന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതേ ജെറുസലേമിനെതിരെ ശത്രുവായവൻ എഴുന്നേറ്റ് നിന്ന് ആക്രമണം അഴിച്ചുവിടുകയാണ്. ആ ജെറുസലേമിനെ ഇന്ന് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കൂട്ടമായി സാത്താനിക ശക്തികൾ ഒന്നിച്ചു നിന്ന് ആക്രമിക്കാൻ പോകുകയാണ്. ഇന്ന് ആ ജെറുസലേമിനെ എല്ലാവരും കൂടിച്ചേർന്ന് വളഞ്ഞ് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നിൽക്കുകയാണ് ശത്രുവായവൻ. അപ്പോൾ ഇന്ന് വായി നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ? അന്നത്തെ പോലെ ജെറുസലേമേ എന്ന് നോക്കിക്കൊണ്ട് ഇല്ല. സാത്താനിക ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരോട് യുദ്ധവും പോരാട്ടവും കഴിക്കണം. ക്രിസ്ത്യാനിക്ക് അതൊന്നും അറിയത്തില്ലല്ലോ. ക്രിസ്ത്യാനിക്കുടെ വിചാരം എന്ന് വെച്ചാൽ കർത്താവ് വരും, അങ്ങ് സ്വർഗത്തിലെടുത്തോണ്ട് പോകും. ക്രിസ്ത്യാനിക്ക് ഹല്ലേലൂയ ശ്വാത്രം. നിങ്ങളുടെ സ്വോത്രവും നിങ്ങളുടെ സൂത്രവും ഒന്നും കർത്താവിന് വേണ്ട. ദയവ് ചെയ്ത് ഈ സുഖിപ്പിക്കലൊക്കെ നിർത്ത്. നിങ്ങൾ ക്രിസ്ത്യാനിക്ക് കർത്താവിന്റെ സ്തോത്രവും സൂത്രവും ഒന്നും വേണ്ട. ക്രിസ്ത്യാനിയുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സ്വർഗത്തിൽ സ്തോത്രമൊന്നും കിട്ടാതെ വിഷമിച്ച് കരഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ആളില്ലാണ്ട്, കർത്താവിന് ആരാധന കൊടുക്കാൻ ആളില്ലാണ്ട്, കർത്താവിന് ഈ നാടകം കളിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കടത്തുന്ന കുർബാന, പിന്നെ ബെന്തക്കോസുകാരുടെ കയ്യടി ഉപവാസ പ്രാർത്ഥനയും ഇതൊക്കെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള മാനദണ്ഡവുമായിട്ട് ബെന്തക്കോസുകാരും ക്രിസ്ത്യാനികളും ഇരിക്കുക. ഇവിടെയൊക്കെ വിചാരം സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന പ്രഹസനം ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിൽ കൊണ്ടുപോയി നടത്തുന്ന വഴിപാട് പോലെ ക്രിസ്ത്യാനികൾ നടത്തുന്ന വഴിപാട് TV പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക, തൊട്ടിൽ മേടിച്ചു കൊടുക്കുക, മാതാവിന് ഉടുപ്പ് മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതായിരിക്കും. ഇതൊക്കെയാ ക്രിസ്ത്യാനിയുടെ ബോധം. തലയ്ക്ക് ബോധം പോയി കിടക്കുക. മനസ്സിലായോ? ഇതൊക്കെ ക്രിസ്ത്യാനിയുടെ ബോധം പോയി കിടക്കുകയാണ്. ഇതൊന്നും ക്രിസ്ത്യാനിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പോണില്ല. ക്രിസ്ത്യാനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമില്ലുണ്ടെങ്കിൽ നല്ല വൃത്തിയാണ് ക്രിസ്ത്യാനിക്ക് ബോധം പോയി കിടക്കുക.
ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് സ്വർഗത്തിൽ പോകേണ്ടതെന്നൊന്നും ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. ക്രിസ്ത്യാനിക്കൊക്കെ അറിയാം സ്റ്റാൻഡേർഡിൽ ജീവിക്കണം, നാട്ടുകാരെയൊക്കെ അങ്ങ് സുഖിപ്പിച്ചേക്കണം. ക്രിസ്ത്യാനിക്ക് നാട്ടുകാരെയൊക്കെ അങ്ങ് സുഖിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ പരിപാടി. ഈ സുഖിപ്പിക്കൽ പരിപാടി നടത്തി ഇന്ന് ക്രിസ്ത്യാനിയുടെ രാജ്യം മുഴുവനും തുലുക്കന്മാരുടെ കയ്യിലിരിക്കുന്നത്. കാണുന്നവരെയൊക്കെ സ്നേഹത്തിൽ അങ്ങ് ഉളപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് കയറ്റിയില്ലേ. ഇപ്പം എല്ലാം തുലുക്കന്മാരുടെ കയ്യിലിരിക്കുക രാജ്യം മുഴുവനും. ഇപ്പോൾ പറയുന്നത് ഈശോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കാം. ജിജിമോൻ ജോഷി, ഇപ്പോൾ പറയുന്നത് ഈശോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കാം. എന്തുവാ എന്ത് തേങ്ങയായി പറയണ? ആര് പറയുന്നതാണ്? ജിജിമോൾ ജോഷി പറയുന്നതാണോ ഞാൻ പറയുന്നതാണ്? ആര് പറയുന്നതാണ്? എൻ്റെ സഹോദരങ്ങളെ, നന്നാക്. നിങ്ങളൊന്നും ബോധം വെക്ക്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. നിങ്ങളെ ഒന്നും കാലേ വാരി അടിക്കണമെന്നോ നിങ്ങളുടെയൊക്കെ വിഷയത്തിനകത്ത് കയറി തലയിടണമെന്നോ നിങ്ങൾ പറയുന്ന കാര്യത്തിനകത്ത് നിങ്ങളെ അപമാനിക്കണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. എൻ്റെ കമൻറ്റ് ബോക്സിന് വരുന്ന മറുപടിക്കനുസരിച്ച് ഞാൻ മറുപടി കൊടുക്കും. ഏതാണ് ഈശോ എന്ന് പറയുന്നത്? എനിക്കതാ മനസ്സിലാകാത്ത. കർത്താവിൻ്റെ പേരെന്താണെന്നറിയാമോ ജിജിമോൾ ജോഷിയെ? ഈ സംക്രാന്തിക്കും ഈ ജെറുസലേം കാണാൻ വേണ്ടി എൻ്റെ പേജ് വരട്ടെ. സഫാരി ചാനലിൽ ഒരു 3500 രൂപ കൊടുത്ത് കഴിഞ്ഞൊരു CD കിട്ടും. അതിനകത്ത് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിനകത്ത് തന്നെ ജെറുസലേം കുറേ ഉണ്ട്. അങ്ങനെ പോയി ജെറുസലേം പേജ് പോയി കണ്ടോ, ജെറുസലേം പോയി കണ്ടോ. അല്ല, ജെറുസലേം കാണാൻ വേണ്ടി എൻ്റെ പേജ് വരട്ടെ. എൻ്റെ പേജിൽ വരുന്നവർക്ക് ഉരുക്ക് വനിതകളായും ഉരുക്ക് പുരുഷന്മാരുമായിട്ടൊക്കെ മാറാൻ പറ്റും. കാരണം ഈ അന്ത്യ കാലഘട്ടത്തിൽ അത്യാവശ്യം കുറേ ഉരുക്ക് പുരുഷന്മാരും ഉരുക്ക് വനിതകളെ ആവശ്യമുണ്ട്. ശ്രീരാജ് എസ് പിള്ളെ, താങ്കൾക്കെങ്കിലും അത് മനസ്സിലായല്ലോ സഹോദര. റീനയ്ക്ക് വരുന്ന തെറിവിളികൾ സ്ത്രീ ആയതുകൊണ്ടല്ല, വലിയൊരു വിപത്തിനെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. കണ്ടോ, ആ മനുഷ്യനെങ്കിലും ബോധമുണ്ട്. എന്നെ തെറിവിളിക്കുന്നതും എന്നെ അപമാനിക്കുന്നതും വലിയൊരു വിപത്തിനെ ഞാൻ തുറന്നു കാണിക്കുന്നത് കൊണ്ട് മാത്രമാ. സത്യത്തെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ ഞാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാ. എന്നെ ഈ പറയുന്നത് മുഴുവനും. അല്ലാതെ എന്നെ തെറിവിളിക്കുന്നത് എന്താ പറയുന്നത്, ഹോബിയാക്കി വെച്ചിരിക്കുന്നത്, ഞാൻ ഉടുതുണിയില്ലാതെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് കൊണ്ടോ, ഞാൻ മോശക്കാരിയായിട്ട് ജീവിക്കുന്നത് കൊണ്ടോ ഒന്നും അല്ല എന്നെ വിളിക്കുന്നത്. എന്നെ വിളിക്കുന്നത് ഞാൻ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇന്ന് എന്താ ലോകത്ത് നടക്കാൻ പോകുന്ന അപകടമെന്ന് ലോകത്തോട് പറയാനിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുക, എൻ്റെ പേജിൽ വന്ന് കമൻ്റ് ഇടുന്നവരെ, എനിക്ക് നിങ്ങളെ ഏറിൽ കയറ്റണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെല്ലാം വളരെയധികം ബഹുമാനിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളായിട്ട് വന്ന് എൻ്റെ അടി മേടിക്കുന്നതാണ്. അതുകൊണ്ട് കമൻ്റ് ഇടുന്നവർ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിങ്ങൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഏറി കയറത്തില്ല. എന്തിനാ വെറുതെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചൊറിയുന്നത്? നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് വന്ന് ചൊറിയുന്നത്? ഞാൻ വെറുതെ എൻ്റെ കാര്യം നോക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തെ മനസ്സിലാക്കി കൊടുത്തിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എനിക്ക് വേറൊന്നും ഇതിനകത്ത് ഒരു പ്രത്യേകതയുമില്ല. എനിക്ക് ആരെയും അപമാനിക്കണമെന്ന് വലിയ താല്പര്യവുമില്ല. ഞാൻ ആരുടെ കാര്യത്തിനകത്തും തലയിടാറില്ല. ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വെച്ച് പെരുമാറുന്ന വ്യക്തിയുമല്ല. അപ്പം എൻ്റെ കോൺഷ്യസ് മൈൻഡിനകത്ത് എന്നോട് ഇപ്പം സംസാരിച്ചവർക്ക് ഇപ്പം മറുപടി കൊടുക്കുക, അതോടുകൂടി എൻ്റെ കാര്യം കഴിഞ്ഞ് ഞാൻ പോകും. മനസ്സിലായോ? അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കമൻറ്റ് ബോക്സുകൾ ഉപയോഗിക്കുന്നവർ സ്വയം നാറാതിരിക്കാൻ ഞാൻ വീണ്ടും പറയുകയാണ്, ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നാറും, പിന്നെ നിങ്ങളുടെ കരയും, നിങ്ങളുടെ ദുഃഖിക്കും. ദൈവത്തി വലിയ കാര്യത്തോടു കൂടി ജയാനി സുരേഷ് വലിയ കാര്യത്തോടെ കമൻ്റ് ഇട്ടതാ. പിന്നെ അവസാനം അടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് നിന്നോട് ചോദിക്കേടി ടീച്ചറെ എന്നെ നുള്ളി അടിച്ചു പിച്ചു എന്ന് പറഞ്ഞ് പോന്നു. വന്നപ്പം ഭയങ്കര ലെക്ചർ അടിച്ചുകൊണ്ട് വലിയ ആളെന്ന പോലെ എനിക്ക് വന്ന് കമൻ്റ് ഇട്ട് തള്ളിയവളാ. അടി കൊണ്ട് കഴിഞ്ഞപ്പോൾ പോയ പോക്ക് കണ്ടോ? എന്തിനാ ഇങ്ങനെ അടികൊണ്ട് ചാകാൻ വേണ്ടി വരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയാണ്ട് ചോദിക്കുക. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ചുറ്റും ശത്രുക്കളാണ്. ഇസ്രായേലിന് ചുറ്റും ശത്രുക്കളാണ് നിൽക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അട്ടിപ്പേർ അവകാശം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, കർത്താവിൻ്റെ അട്ടിപ്പേർ അവകാശം എടുത്തു വെച്ചിരിക്കുക. യേശുക്രിസ്തു എന്ന് പേരും പറഞ്ഞ് യേശുവ എന്ന പേര്
പക്ഷെ ക്രിസ്ത്യാനിക്കത് യേശുക്രിസ്തുവായി മാറി. എന്നിട്ട് എന്തോ യേശുക്രിസ്തു ഞങ്ങളുടെ ദൈവമാണ് എന്നുള്ള അട്ടിപ്പേർ അവകാശം എടുത്തു വെച്ചുകൊണ്ട് ക്രിസ്ത്യാനി ഇങ്ങനെ നടക്കുക. എന്നിട്ട് യഹൂദനെ തെറിവിളിയും യഹൂദനെ തള്ളിപ്പറച്ചിലും യഹൂദനോട് വൈരാഗ്യവും പിന്നിക്കോ ഈ സാത്താനിക കൂട്ടങ്ങളോട് ഭയങ്കര സിമ്പതിയും. സിജോ കെ രാജൻ, മുഹമ്മദ് അപ്പൊ കുണ്ടനാണോ? അതിനെക്കുറിച്ച് വിവരണം തരാമോ? മുഹമ്മദ് കുണ്ടനാണെന്നോ? അവന്റെ പേര് മുഹമ്മദ് എന്നല്ല, അവന്റെ പേര് കൊദം എന്നാണ്. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ യൂട്യൂബിന് ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്തോ. മുഹമ്മദിന്റെ റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊദം എന്നാണ്. മുത്തലിബ് അവനിട്ട പേരാണ് കൊദം എന്ന് പറയുന്നത്. അതിയാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് ഇവന്മാരുടെ മതത്തെ ഞാൻ കൊദം മതം എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം മമ്മദെന്നും പേരുണ്ട്, കൊദവെന്നും പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ചുരുക്കി നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ടാക്കി കൊദമ്മദ് എന്ന് പറയാം. അതൊരു നല്ല പേരാണ്, കൊദമ്മദ്. അത് തന്നെയാണ് അവന് പറ്റിയ പേര്. ജിജിമോൾ ജോഷി, അയ്യോ കുഞ്ഞ് വചനം കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഓ വചനം കൊണ്ട് ഇറങ്ങോ മുത്തേ, ഞാനിതാ വചനം കൊണ്ട് ഞാനും അങ്ങോട്ട് വന്നേക്കാം. ജിജിമോൾ ജോഷി, കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അതര കവാടത്തിന് കൂട്ടാ, എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. ജിജിമോൾ ജോഷി സങ്കീർത്തനം 143:1-3 വന്നിരിക്കുവാണ്. കർത്താവേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. നിന്റെ നാവിന് കടിഞ്ഞാണിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പണി വെള്ളത്തിൽ കിട്ടും മോളെ. എന്നാ പിന്നെ ഞാനൊരു വാക്കി അങ്ങോട്ട് തരാം കേട്ടോ. കർത്താവിന് കടിഞ്ഞാനിടാൻ പറ്റാത്ത ചില പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ബൈബിളിലെ പ്രവാചകന്മാരാ. നമുക്ക് ആ പ്രവാചകന്മാരുടെയൊക്കെ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട് കമന്റ് ഇട്ട് വെച്ചേക്കും. വചനം തപ്പിപ്പോവുക ജിജിമോളെ. അപ്പം നമുക്കൊരു വാക്യം നമുക്ക് വായിച്ചായാലോ? ഓക്കെ, ജിജിമോൾ ജോഷി ചേച്ചി, അതിരങ്ങൾക്ക് കടിഞ്ഞാടണമെന്നല്ലേ നീ പറഞ്ഞത്? ചേച്ചി ഒരു വാചനം വായിച്ച് കേൾപ്പിക്കാവേ കേട്ടോ. ജിജിമോൾ ജോഷി കുണുവാവയാണ്. ബൈബിളൊന്നും അറിയത്തില്ല കുണുവാവയ്ക്ക്. ബൈബിൾ അറിയാത്ത കുണുവാവയ്ക്ക് ഞാൻ ബൈബിളിലെ വാക്യം പറഞ്ഞങ്ങ് കേൾപ്പിക്കാം. യെഹസ്കേൽ പ്രവാചകൻ സാധാ പ്രവാചകനല്ല, വലിയൊരു പ്രവാചകനാണ്. ദൈവത്തിനെ നേരിട്ട് കർത്താവിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്ന കാഴ്ച, മഹത്വത്തിൻ്റെ കാഴ്ചയെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട പ്രവാചകനാണ് യെഹസ്കേൽ പ്രവാചകൻ. അപ്പോൾ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അന്യദൈവത്തോട് പോയി പ്രാർത്ഥിക്കുകയും അവയോട് ഭയങ്കര ഈ കൊദം മതക്കാരോട് പോയിട്ട് ഭയങ്കര ബന്ധം സ്ഥാപിക്കുന്ന കുറേ കൂതറകളുണ്ടല്ലോ. അതുപോലെ ഇസ്രായേൽ മക്കളിൽ കുറേ കൂതറകളുണ്ടായിരുന്നു. അവരോടൊക്കെ യെഹസ്കേൽ പ്രവാചകൻ പറഞ്ഞ ഡയലോഗ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 17-ാമത്തെ വാക്യം തൊട്ടങ്ങ് വായിച്ചേക്കാം. അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്ന് വരസംഗം കണ്ടു. അവളെ മലിനയാക്കി. അവരാൽ മലിനയായിത്തീർന്നു. ബാബേലിലെ ദൈവത്തെ അങ്ങ് പോയി എന്ത് ചെയ്യുക? ആരാധിക്കുക. അയ്യോ, എല്ലാം ഒരു മതത്തിൽപ്പെട്ടതല്ലേ. നമ്മുടെ കോപ്പ് പറയുന്നില്ലേ, ആ കോപ്പെന്ന് പറയുന്ന ചേറ്റ പറയുന്നില്ലേ, അബ്രഹാമിക് ഉടമ്പടി. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു മതക്കാരാണ്, ഒരു കൊതമതക്കാരാണെന്ന് പോപ്പ് പറഞ്ഞു നടക്കുന്നത് പോലെ കുറെ ക്രിസ്ത്യാനികളുണ്ട്. ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര സ്നേഹപ്രേമത്തിലാണ് ഇവരോടുകൂടി. അവർക്ക് ഇബ്രഹാം നബി, ഞങ്ങൾക്ക് അബ്രഹാം എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് പിടിച്ചോ ജിജിമോൾ ജോഷി. പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. ഇങ്ങനെ അവൾ തൻ്റെ പരസംഗം വെളിപ്പെടുത്തി തൻ്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി. ആർക്ക്? ദൈവത്തിന്. ആരോട് വെറുപ്പ് തോന്നിയെന്നാ? യെഹസ്കേൽ പ്രവാചകനിലൂടെ സംസാരിക്കുക കർത്താവ്.
ഈ അന്യമതത്തെ അന്യ ദൈവങ്ങളുടെ മുമ്പിൽ പോയി കിടന്ന് നമസ്കരിച്ച് ഈ കൊതം മതക്കാരെയൊക്കെ ഭോഗിക്കാൻ നടക്കുന്ന കൂതറകളോട് പറയുക. എന്നിട്ട് പറയുകയാണ്, എന്നിട്ടും അവൾ മിസ്രൈം ദേശത്ത് വെച്ച് പരസംഗം ചെയ്ത തന്റെ യൗവനക്കാലം ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു. എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇവൾ നന്നാക്കാതെ ഈ കൊതം മതക്കാരോട് കൂടുതൽ കൂടുതൽ രമ്യതയിൽ പോകുന്നത് പോലെ അന്നത്തെ കാലത്ത് ബാബേലിലെ ദൈവത്തോടായിരുന്നു, ഇന്നത്തെ കാലത്ത് നമ്മന്റെ തള്ളാഹു എന്ന് പറയുന്ന കൊതം തള്ളാഹുവിനോടും കൊതം നബിയോടും കൂടിയിട്ടാ ക്രിസ്ത്യാനിക്ക് ഭയങ്കര എന്തുവാ അതിന് വേറെ വല്ല പേരും ഞാൻ പറയേണ്ടി വരും. ക്രിസ്ത്യാനിക്ക് ഭയങ്കര ഒരു കഴപ്പ്, മനസ്സിലായോ? ആ കഴപ്പിനാണ് യെഹെസ്കേൽ പ്രവാചകൻ 20-ാം വാക്യത്തിൽ പറയുന്നത്, കഴുതകളുടെ ലിംഗം പോലത്തെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലുള്ള ബീജശ്രവണവുമുള്ള ജാരന്മാരെ അവൾ മോഹിച്ചു. പ്രവാചകൻ പറയും, അവക്ക് കഴുതകളുടെ മുഴുത്ത സാധനം കിട്ടിയാലേ ഇതൊക്കെ അടങ്ങത്തുള്ളൂ. ഇവിടെ കിട്ടുന്നതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് കഴുതകളുടെ മുഴുത്ത സാധനത്തിന് തിരക്കി പോകുന്നത് പോലെയാണ് ഈ കൊതം മതക്കാരോട് കാണിക്കുന്ന പ്രേമവും പ്രീണനവും കൊണ്ട് നടക്കുന്ന കുറെ കൂതറകള്. ഈ പ്രവാചകൻ പറയുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞിരുന്ന അപ്പൊ നിങ്ങളൊക്കെ എന്നാ പറയും എന്നെ? ഞാൻ അറിയാണ്ട് ചോദിക്കുക, ജിജിമോൾ ജോഷിയെ, ഈ പ്രവാചകൻ പറയുന്നത് പോലെയൊക്കെ പറഞ്ഞ നിന്റെയൊക്കെ പള്ള കീറി പോകുമല്ലോ. ഈ പ്രവാചകൻ പറയുന്ന കണക്കൊക്കെ ഞാൻ രണ്ട് പറഞ്ഞിരുന്നെങ്കിൽ. പ്രവാചകൻ നല്ല കട്ടയ്ക്ക് പറയുക, ഇമാതിരി ചെറ്റത്തിന് നിന്റെയൊക്കെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ടെങ്കിലുണ്ടല്ലോ, ബൈബിളിനനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പഠിക്കുക. അല്ലാതെ പറയുമ്പോൾ ഇതുപോലെ അങ്ങ് കിട്ടും, വാങ്ങിക്കാനും കൂടി പഠിക്കണം. മനസ്സിലായോ? അല്ലാതെ നമ്മൾ സ്നേഹം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തള്ളാഹുവിന്റെ കൂതറകൾ വന്നിട്ട് തോന്നിവാസം പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലേ ഇതുപോലെ യെഹെസ്കേൽ പ്രവാചകൻ പറയും, നിനക്ക് കഴുതകളുടെ മുഴുത്ത ലിംഗം കിട്ടണമെന്നുള്ള ചോറികടിയും മുറിയണ്ടിയോടുള്ള ദാഹവുമാണ് കൂതറയെ നീയൊക്കെ പോയി ഉമ്മാരുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുത് നിൽക്കുന്നതെന്ന് പച്ചയ്ക്ക് പ്രവാചകൻ പറയും. അതിപറീന പറയുന്നൊന്നും കൂട്ടിയാ മതി. മനസ്സിലായോ? കേട്ടോ? ജിജിമോൾ ജോഷി, നോട്ട് ക്രൈം. നീ കരയണ്ട, നിന്നോട് കരയാൻ പറഞ്ഞില്ലല്ലോ ജിജിമോൾ ജോഷി. ഒരു മിനിറ്റ്, ഷാഫി എച്ചിന് ഒരു ചൊറി കടിയുണ്ട്, നമുക്കതങ്ങ് തീർത്തേക്കാം. എനിക്ക് ഷാഫി എച്ചിന്റെ ഒരു പ്രൊഫൈൽ ഇങ്ങോട്ട് ആരെങ്കിലും ഇട്ട് തരുമോ? לא, רגליים שהיא little more. Hey, check this. משתלת. I will put.
സോറി. നമുക്ക് ഷാഫി എച്ച് കുഞ്ഞിന് അതിൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കുറെ സിമ്പിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഷാഫി. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഷാഫി എച്ച്. കണ്ടോ നിങ്ങള്? ഷാഫി എച്ച് ഇതാണ് നമ്മുടെ ഷാഫി എച്ച്. ഷാഫി എച്ച് കുറെ എന്താ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടി ഇതാണ് അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്കൊന്ന് എൻ്റെ ഉമ്മാക്ക് കൊടുത്തിരിക്കുന്ന സാധനം കമന്റ് ഒന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം. ദാ കണ്ടോ? ഷാഫി എച്ച് നടുവിരൽ നമസ്കാരമൊക്കെ അവൻ്റെ ഉമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണേ റീന എന്നാ പറഞ്ഞിരിക്കുന്നത്. ഷാഫി അവൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനതൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഷാഫിയുടെ ഉമ്മയ്ക്ക് ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഷാഫിയുടെ ഉമ്മയ്ക്ക് ഷാഫിയുടെ നടുവിരലിട്ടാണ് അവൻ നമസ്കാരം കൊടുക്കുന്നത്. അതിനെന്താ ഷാഫിയെ ഉമ്മയ്ക്ക് നടുവിരലിട്ട് നമസ്കാരം കൊടുക്കുകയോ ഉമ്മയ്ക്ക് എന്തുവാ കൈ മുഴുവനും കയറ്റി നമസ്കാരം കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ? ഷാഫിയേ ദാ ഷാഫി കണ്ടോ? ഷാഫീനെ കണ്ടോ നിങ്ങള്? ഉമ്മയ്ക്ക് നടുവരല് കയറ്റി നമസ്കാരം കൊടുക്കുന്ന മോന ഷാഫി. ശരി ഷാഫിയെ, നിനക്ക് നിന്റെ വകയായിട്ട് നിന്റെ ഉമ്മയ്ക്ക് അവന്റെ നടുവിരൽ നമസ്കാരം നിന്റെ ഉമ്മയ്ക്ക് നീ ഒരു കാര്യം ചെയ്. നടുവിരൽ മാത്രമായിട്ട് നിന്റെ ഉമ്മയ്ക്ക് നമസ്കാരം കൊടുക്കുന്ന എന്തിനാടാ ഷാഫി? നീ നിന്റെ ഉമ്മയ്ക്ക് നടുവിരൽ മാത്രമല്ല കൈ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നമസ്കരിച്ചോ നീ? കേട്ടോടാ ഊളയ്ക്കുണ്ടായവനെ? നിന്റെ ഉമ്മയ്ക്ക് കൈ മുഴുവനായിട്ടും കയറ്റി ഇട്ട് കൊടുത്ത് നീ നമസ്കരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നിട്ട് നീ എന്ത് ചെയ്യണ്ട, ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അത് കൊണ്ടുപോയി നിന്റെ ഉസ്താദുമാരുടെ പേജിൽ കൊണ്ടുപോയി നിന്റെ ഉമ്മയ്ക്ക് കൊണ്ടുപോയി നടുവിരലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കൊതമെടുത്ത് ഫോട്ടോ ഇട്ട് കൊടുക്കുകയോ നിന്റെ ഉമ്മാന്റെ യോനി പൊക്കി വെച്ച് ഉടുതുണി മാറ്റി ഫോട്ടോ ഇട്ട് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യടാ ഊളയോ. എന്റെ പേജിനകത്ത് വന്നിട്ട് നിന്റെ ഉമ്മയ്ക്ക് പരസ്യം കൊടുത്താൽ എത്ര പേര് നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ടും നിന്റെ ഉമ്മയുടെ യോനിക്കകത്തോട്ടും നടുവിരൽ കയറ്റൂന്നാ നീ എന്നോട് ചോദിക്കുന്നേ? എടാ ചെറ്റേ, എത്ര പേര് വന്ന് കയറ്റൂന്നാ നിന്റെ ഉമ്മയുടെ യോനിക്കകത്തും കൊതത്തിനകത്തും ഒക്കെ നടുവിരല്? ചിലപ്പോ ഇതിനകത്ത് വന്ന് നിന്റെ ഉമ്മയ്ക്ക് നീ പരസ്യം കൊടുത്താലുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ടും യോനിക്കകത്തോട്ടും ഇതിനകത്തുനിന്ന് വന്ന് പരസ്യം കണ്ടു പോകുന്നവന്മാർ ചിലപ്പോ കയറ്റുന്നത് മിസൈലുകളായിരിക്കും. അതുകൊണ്ട് ഉമ്മയുടെ കൊതം പൊളിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്തെന്റെ പേജിനകത്തോട്ട് വന്ന് പരസ്യം ചെയ്യരുത്. കൊറോണമാർ ഇറങ്ങിയിട്ടുണ്ട് ഉമ്മയ്ക്ക് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. ജിജിമോൾ ജോഷിയെ പോയിരുന്ന് ബൈബിളൊക്കെ വായിക്കുക കേട്ടോ. ബൈബിളൊക്കെ വല്ലപ്പോ കൂടിയൊക്കെ ഇരുന്ന് വായിക്കണം. അല്ലാതെ പാച്ചർമാര് പറഞ്ഞു തരുന്ന ഷാഫിക്ക് എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്. അതെ, ഷാഫി ഇപ്പൊ പാടുന്നുണ്ട്, എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത്, ഓർക്കാപ്പുറത്തെന്റെ ഉമ്മാക്ക് അടിയത്. അവൻ പ്രതീക്ഷിച്ചില്ല അവന്റെ ഉമ്മ കയറി അടിക്കും എന്നുള്ളത്. കൂറികളോടുള്ള മോഹവും കൂറികളോടുള്ള താല്പര്യവുമാണ് ഉമ്മമാരെ ഏറി കയറ്റാൻ കുറേമാരെ ഇറങ്ങിയിരിക്കുന്നത്.
അതും പാതിരാത്രി വന്ന് അടി മേടിക്കുന്നവനെ. പാതിരാത്രി പാതിരാത്രി വന്ന് അടി മേടിക്കാൻ വന്നിരിക്കുന്നു. മീശ വിരിച്ചാണോ ചേട്ടൻ ഇരിപ്പ്? മീശയൊക്കെ വിരിച്ചോ? കുഴപ്പമൊന്നുമില്ല. ഉമ്മയ്ക്ക് നടുവിരൽ കൊടുത്ത് മീശ വിരിക്കുന്ന മോന്. എടാ ബോടാ ബോടാ ബോടാ, തരത്തിലൊക്കെ പോയി കളിടാ. ഇത്രയും ദിവസമായിട്ട് ഇവന്മാർക്ക് തരം ഏതാ കളിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അറിയത്തില്ലെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിലും ബുദ്ധിയും ബോധവും തെളിയണ്ടേ? തരത്തിലൊക്കെ പോയി കളിക്കണ്ടേ? എന്തുവാടാ ഇത്? നീയൊക്കെ തരത്തിലൊക്കെ കളിച്ച് പഠിയടാ, ചെല്ല്. നിനക്ക് കുട്ടിയും കോലും ഒക്കെ കളിക്കാൻ വരുന്ന ഇതൊക്കെയാണ്. മറ്റേ എന്തുവാ ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോയിട്ടാണെങ്കിൽ അതുകൊണ്ട് ശ്രീരാജസ് പിള്ളേരെ റീന പറഞ്ഞു തൊണ്ടയിൽ വെള്ളം പറ്റി. അതെ അതെ അതെ, ഇവന്മാരോട് പറഞ്ഞു എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. അടി മേടിക്കാൻ വേണ്ടി ഇറങ്ങി വരും. ഞാൻ എപ്പോഴും പറയും, ദൈവം ചെയ്തെന്റെ ഇത് അടി മേടിക്കരുത്. ഞാനൊന്നും നിങ്ങളെ പറയാൻ വേണ്ടി വരുന്നതല്ല പ്രിയ സഹോദരങ്ങളെ. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങളൊന്നും പറയാൻ വേണ്ടി വരുന്നതല്ല. നിങ്ങളായിട്ട് വലിഞ്ഞേറി എൻ്റെ ഇത് അടി മേടിക്കാൻ വേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് ദൈവവചനത്തിന്റെ പേരിലും പറഞ്ഞ് സുവിശേഷകയാണല്ലോ, ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ പറയാൻ കൊള്ളാമോ എന്നൊന്നും എന്നോട് ദൈവം ഇത് നിങ്ങൾ ചോദിക്കരുത്. ക്രിസ്ത്യാനിയാണ് എന്താ പറയുക തൻ്റെ ഇടത്തോടെ ഇതൊക്കെ പറയേണ്ടത്. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? കിട്ടിയിട്ടിരുന്ന് മോങ്ങിയിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒത്തിരി രാത്രിയായിപ്പോയി. ഞാൻ നാളെ രാവിലെ നിങ്ങൾക്കൊരു ലൈവ് വരുന്നുണ്ട് ഇതിന്റെ ബാക്കിയായിട്ട്. അതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. നാളെ വരുന്നതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പം പ്രിയ സഹോദരങ്ങളെ, ഞാൻ നാളെ രാവിലെ വരാം. അപ്പോഴാണെങ്കിൽ കുറേ പേരെയൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ രാത്രിയിലായതുകൊണ്ട് എല്ലാം ഉറക്കത്തിലായിരിക്കും. അപ്പം ശരി, ഞാൻ നാളെ രാവിലെ ലൈവ് വരാൻ എൻ്റെ പരമാവധി ശ്രമം ഞാൻ നടത്താം. പറഞ്ഞും അടുത്ത് ഇതൊന്നും അതെ അതെ. അപ്പൊ എന്തായാലും എന്തു പറയുന്നേ, ഇസ്രായേല് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്രായേൽ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നതോളം കാലം സോഷ്യൽ മീഡിയയിലും റീനയുടെ യുദ്ധവും ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ അടുത്ത് വന്ന് അടി മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും ഗോതയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം സൂക്ഷിച്ചും കൊണ്ട് ഇറങ്ങാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ നേരത്തെ ഒരുത്തി കരഞ്ഞോണ്ട് പോയല്ലോ, എന്തുവാ തോപ് നിന്നോട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ എന്നോട് ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കലും പറയലും ഒക്കെ സംസാരവും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടെന്നേ. നിങ്ങൾ അതിനോർത്ത് ഭാരപ്പെടുകയോ വിഷമിക്കുകയോ കരയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പനും ഞാനുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ചോദിക്കുന്ന കൂട്ടത്തിനകത്ത് എന്തിനാ മോളെ നീ അവളെ ഏറിക്കയറ്റിയേ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. പ്രത്യേകിച്ച് അപ്പൻ ചോദിക്കേണ്ട കാര്യമില്ല, എന്നോട് തന്നെ ഇങ്ങോട്ട് തന്നെ പറയും അവളെ ഏറിക്കയറ്റിയതിന് പ്രത്യേക ഒരു അഭിനന്ദനം എന്ന് പറഞ്ഞിട്ട്. കാരണം കർത്താവിന് വേണ്ടത് നിങ്ങളുടെ ഭയങ്കര നിഷ്കളങ്കത കണ്ട് ആർക്കും ഒരു ഛേദമില്ലാതെ മാറി നിൽക്കുന്ന കുറെ പൊട്ടന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനും കൊള്ളാത്തതിനല്ല. പിന്നെയോ താലന്ത് തന്നാലും കൊണ്ടുപോയി കുഴിച്ചിട്ടതിൻ്റെ നിന്നും അതും പിടിച്ചു പറിച്ച് 10 നേടിയവന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്ന എൻ്റെ അപ്പന്റെ സ്വഭാവം. അവളൊന്നും അറിയാത്തവളെ പോലെ പാവ ആ മൂലയ്ക്ക് നിന്ന് അവളെ ഏറി കേട്ടേണ്ട വല്ല കാര്യമുണ്ടോ റീന എന്ന് കർത്താവ് ചോദിക്കത്തില്ല. പിന്നെയോ താലന്ത് കൊടുത്തിട്ടും അതിനെ കൊണ്ടുപോയി കുഴിച്ച് മണ്ണിനടിയിലിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, എനിക്കൊന്നും അറിയണ്ടായേ, എനിക്കൊന്നും പറയാനെടുക്കാനും അറിയത്തില്ല, എനിക്കിങ്ങനെയൊന്നും സംസാരിക്കാൻ അറിയത്തില്ല, ഞാൻ വളരെ ഡീസന്റ് ആണ്, ഞാൻ വളരെ സ്റ്റാൻഡേർഡ് ആണ്, അതുകൊണ്ട് ഞാനൊരു മൂലയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂലയ്ക്കകത്തോട്ടൊക്കെ മാറിക്കിടക്കുമ്പോൾ ഒന്ന് ദൂഷിച്ചാൽ മതി. കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവരാജ്യത്തിന്റെ വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുക. കുറെ കളകളെ പറിച്ച് വലിച്ച് പുറത്തിടേണ്ടതുണ്ട്. ആ പണിക്കൊക്കെ ആളുകളെ വേണം. പറഞ്ഞ പിടി കിട്ടിയോ? കർത്താവിന്റെ രാജ്യത്തിന്റെ പണിക്ക് വയലുകളിൽ കൊയ്യാൻ മാത്രമല്ല, പിന്നെ കളകൾ കുറെ കിടപ്പുണ്ട്. ആദ്യം അതിനെയൊക്കെ കൊണ്ടുപോയി ചുട്ടിരിക്കേണ്ട സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊയ്ത്ത് പിറക്കി നല്ലതിനെയൊക്കെ എടുത്തോട്ടങ്ങ് പോവാം സ്വർഗത്തിലോട്ട്. കർത്താവും പറഞ്ഞു കളകൾ വളരട്ടെ എന്നാ. നാളെ മുഹമ്മദിന്റെ നല്ല കാര്യങ്ങൾ പറയണം. അതെ പറയാം. കളകള് കർത്താവ് പറഞ്ഞു കളകൾ വളരട്ടെ,
കൊയ്ത്തിന്റെ സമയം എടുക്കുമ്പോൾ ആദ്യമേ കളകളെ നമുക്ക് കൂട്ടി വലിച്ചു വാരി എന്ത് ചെയ്യാം, തീയിലിട്ട് കത്തിച്ചിട്ട് ബാക്കി കതിരുകളെ പറക്കി നമുക്ക് എന്ത് ചെയ്യാം, കളപ്പുരയിൽ ശേഖരിക്കാവുന്ന. അപ്പോൾ എനിക്കിപ്പോൾ കള പറക്കേണ്ട സമയമാണ് പ്രിയ സഹോദരങ്ങൾ. അതുകൊണ്ട് ഞാൻ കള പറക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് റീന കള പറയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ കള പറയ്ക്കാൻ കൂടെ നിൽക്കുന്നവർക്ക് പ്രത്യേക പ്രതിഫലമുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അയ്യോ നമുക്ക് മാരി ഒരു മൂലയ്ക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ കർത്താവ് അവൻ്റെതും കൂടി മേടിച്ചോണ്ട് പോയിട്ട് കർത്താവ് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, കള കൂടുതൽ നേടിയവന് 5 താരനും ഒരുത്തിന് 2 ഒരുത്തിനും 1 കൊടുത്തു. 5 5 നേടി, 2 2 നേടി, 1 കൊണ്ടുപോയി കുഴിച്ചിട്ടു. അയ്യോ എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലേ, എനിക്കിങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡോടുകൂടി ഇങ്ങനെ നിൽക്കുക, വല്ലവൻ തിന്നാൻ തന്നാ തിന്നുക എന്ന് പറഞ്ഞ് മാറി നിന്നപ്പോൾ കർത്താവ് വന്ന് ചോദിച്ചു, എടാ പൊന്മാണിപ്പക്കാരോട് കൊടുത്താൽ പോലും ഞാൻ പലിശയ്ക്ക് മേടിക്കത്തില്ലായിരുന്നോ, നീ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടത് കൊണ്ടൊരു കാര്യം ചെയ്യ്, ഇതേ പിടി അതെടുത്തുകൊണ്ട് പോയിട്ട് 5 കിട്ടിയവനെ കൊണ്ട് കൊടുത്തിട്ട് ആ കുഴിച്ചിട്ടവനെ കൊണ്ടുപോയി ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു. വലിയൊരു ഇരുട്ടിലേക്ക്, അന്ധകാരത്തിലേക്ക്, വലിയൊരു കാരാഗ്രഹത്തിലേക്ക് ദൈവം തള്ളിയിട്ടു, നിത്യനരകത്തിലേക്ക് തള്ളിയിട്ടു എന്നാ വചനം പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്ന് കള പറയ്ക്കേണ്ട സമയത്തിന് കർത്താവിന് ആളമുണ്ട്. വയലുകളേറെ വിളവുകളേറെ, വേലക്കാരോ വിരളം വിരളം, വേലക്കാരോ വിരളം വിരളം. വേലക്കാർ വളരെ കുറവാണ്, വയലുകൾ കിടക്കുകയാണ്, കളകൾ നിറഞ്ഞു കിടക്കുകയാണ് വയല് മൊത്തവും. അല്ലാതെ വയലിൽ പോയിട്ട് കതിര് മാത്രം കൊയ്യാൻ വേണ്ടിയിട്ടല്ല കർത്താവ് വേലക്കാരെ വിളിച്ചിരിക്കുന്നത്, കള പറക്കി കളയാനും ആള് വേണമെന്നേ. ഇപ്പൊ എന്നെ വിളിച്ചിരിക്കുന്നത് കള പറക്കി കളയാനായിട്ടാ. അതുകൊണ്ട് ഞാൻ പറക്കേണ്ട കളകളൊക്കെ ഞാൻ പറക്കുന്ന സമയത്ത് എന്റെ കൂടെ 2-3 പേർ ആരൊക്കെയെങ്കിലും നിന്ന് കള പറക്കാൻ ഉണ്ടെങ്കിൽ അവർക്കും അതിന്റെ പ്രതിഫലമുണ്ട്. കതിര് പറക്കേണ്ട സമയത്ത് നമുക്ക് അടുത്ത റൗണ്ട് കതിരങ്ങ് പറയ്ക്കാം. വിശ്വാസികളെയൊക്കെ നമുക്ക് നേടേണ്ട സമയം വരുമ്പോൾ നേടിക്കൊള്ളാം. ഇപ്പം കുറെ തീട്ടം എന്താ പറയുന്നത് കളകളും എല്ലാം കിടപ്പുണ്ട്, അതിനെയൊക്കെ ഒന്ന് ഞാൻ എടുത്ത് വാരി കളയട്ടെ, എന്നിട്ട് ഞാൻ സുവിശേഷത്തിന്റെ അടുത്ത പന്തിയിലേക്ക് ഇതൊക്കെ നമുക്ക് കടക്കാം. വിഷമിക്കണ്ട, നിങ്ങൾ അതൊന്നോർത്ത് ഭാരപ്പെടണ്ട. അപ്പപ്പ സമയങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാം. അല്ലാതെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകാതെ എന്തോ ഒരു അന്തവും കുന്തവും ഇല്ലാതെ വലിച്ചു വാരിയിട്ട് സുവിശേഷം പറയുന്നു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് സുവിശേഷ വേലക്കാരന്മാരിവിടെ എന്ത് പറഞ്ഞു, വേലകൾ കർത്താവിന്റെ പേര്, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും പല വേലകൾ എന്ന് പറഞ്ഞുകൊണ്ട് പല വേലകളും ചെയ്തുകൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. മനസ്സിലായോ? അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാ കർത്താവിന്റെ വേലയും പറഞ്ഞുകൊണ്ട്. അതാ ഇന്ന് നടക്കുന്ന പല വേലകളും. അപ്പൊ എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ എന്നെ കള പറിക്കാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറിക്കും. ആ പറിച്ചു കൂട്ടുന്നതിന്റെ കൂട്ടത്തില് ചിലപ്പോ കളക്കകത്ത് എന്ത് ചെയ്യും, പറിക്കുന്ന സമയത്ത് അതിനകത്ത് പല വൃത്തികേടുകളും ഇതൊക്കെ തീട്ടമൊക്കെ ചിലപ്പോ കണ്ടെന്നിരിക്കും. ചിലപ്പോ അതൊക്കെ വാരി എറിയുന്ന സമയത്ത് കളയുടെ കുറുത്തക്കാലം ചെളിക്കകത്ത് നിന്നാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പം നാറുന്നതൊന്നും വിഷയമില്ല, നമുക്ക് പിന്നെ പോയി കുളിച്ച് റെഡിയായി വൃത്തിയായി നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ശരി പ്രിയ സഹോദരങ്ങളെ, ധൈര്യമായിട്ടിരിക്കുക. കള പറിക്കുന്നതിന്, കളയെ പറിച്ചു കളയുന്നതിന് കൂടെ നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങൾക്കുള്ള പ്രതിഫലം നിസ്സാരമല്ല. അതെ, അനു ജോർജെ, ദെബോരയായേൽ, നിങ്ങളെല്ലാം കള പറിക്കാൻ കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ നിസ്സാരമായി ഇതിനെ കളയണ്ട, പ്രതിഫലം നിങ്ങൾക്കുണ്ട്. ഈ വൃത്തികെട്ടതിനെയൊക്കെ കാലേ വാരി അടിക്കേണ്ട സമയത്ത് അടിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു അത്യാവശ്യ ഘട്ടമാണ്. ഇത് ദൈവരാജ്യത്തിന്റെ ഒരു യുദ്ധമാണ്. ഇസ്രായേൽ മക്കൾ പബ്ലിക്കിൽ നിന്ന് വാർ ചെയ്യുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വാർ ചെയ്യുന്നേ ഉള്ളൂ. അതിന് നിങ്ങളെല്ലാം നീറ്റയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കള പറിക്കാൻ കൂട്ടത്തിൽ നിന്ന് കള പറിക്കുന്നുണ്ട്. കള പറിക്കുമ്പോൾ മമ്മദിനെ ഓർക്കണേ, മമ്മദിനെ ഓർക്കാവൂ. ഏറ്റവും വലിയൊരു കള എന്ന് പറയുന്ന സാത്താൻ അതിനെയാണ് നമ്മൾ വലിച്ചു വാരി കൂട്ടി എറിയുന്നത്. അവൻ വിതറിയിട്ട കുറെ കളകളുണ്ടല്ലോ, ഇതിനെല്ലാം പറിക്കണ്ടേ. അപ്പൊ ശരി, വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും ലഹിത്ര നാളെ രാവിലെ